നമസ്കാരം. ജേണി ഓഫ് ജയരാജിലേക്ക് സ്വാഗതം. മംഗലശ്ശേരി നീലകണ്ഠൻ്റെയും ഭാനുമതിയുടെയും ജീവിതം ദേവാസുരൻ സിനിമയിലൂടെ നമ്മൾ കണ്ടു. അതിൻ്റെ യഥാർത്ഥ മംഗലശ്ശേരി നീലകണ്ഠനും ഭാനുമതിയും കോഴിക്കോട് മുല്ലശ്ശേരി രാജുവേട്ടൻ്റെയും ബേബിയച്ചിയുടെയും കഥയാണെന്നുള്ളത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഇന്ന് ഞാൻ ബേബിയച്ചിയോടൊപ്പമാണ്. ഒരുപാട് കാലത്തെ ബന്ധം ഒരുപക്ഷെ സിനിമയായിട്ട് വന്നപ്പോഴും അല്ലെങ്കിൽ സിനിമ ജീവിതമായി വന്നപ്പോഴും പരസ്പരം പറയാൻ ഒരുപാട് കാര്യങ്ങൾ, ചിരിക്കാൻ, എന്താണ് ചിരിയിലൂടെ നമുക്ക് ജീവിതത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുല്ലശ്ശേരി. രാജുവിന് ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. ഞങ്ങളുടെ ബന്ധം, പ്രേമബന്ധം തുടങ്ങിയ കാലം അത് എനിക്ക് അറിഞ്ഞുകൂടാ, രാജുവേട്ടനും അറിഞ്ഞുകൂടാ. പക്ഷെ അത് അങ്ങനെയാണ്, ഒരു ബാച്ചിലേഴ്സ് ഡെൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. നീലകണ്ഠന്റെയും ഭാനുമതിയുടെയും എഫെക്ഷൻ ശരിക്കും വരുന്നത് അതില്ല. ചേച്ചി, പുറത്തു നിന്ന് എല്ലാവരും ഒരുപാട് ദുഃഖമുള്ളവർ, ജീവിതത്തിൽ ഒരുപാട് ദുഃഖമുള്ളവരെല്ലാം മുല്ലശ്ശേരി വരുന്നു ഒന്ന് ചിരിക്കാൻ. എന്താണ് ഇതിൻ്റെ രഹസ്യം? അത് എനിക്കറിഞ്ഞുകൂടാ, രാജുവേട്ടനും അറിഞ്ഞുകൂടാ. പക്ഷെ അത് അങ്ങനെയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ അതിൻ്റെ കാര്യം. ഇവിടെ വന്നവരാരും സങ്കടപ്പെട്ടിട്ട് പോയി കണ്ടിട്ടില്ല. എല്ലാവരുടെ സങ്കടക്കാരും ഇവിടെ വരിക, ഇവിടെ ഇറക്കി വയ്ക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾക്ക് തമ്മിൽ പറയാനുള്ള അവസരം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇവിടെ വരുന്ന കാലം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അത് ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു. ഒരിക്കൽ എനിക്കൊന്നൊരു മേഫിൽ നടക്കുന്ന ദിവസമാണ് ഇവിടെ വരുന്നത്. എന്നോട് രഞ്ജിയാണ് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്. അപ്പോൾ രഞ്ജി ഞാനും വരുമ്പോൾ ഇവിടെ ഒരിക്കലും നമ്മളൊരു വീട്ടിൽ പ്രതീക്ഷിക്കില്ലല്ലോ ഒരു മേഫിൽ അല്ലെങ്കിൽ ഒരു ഗസൽ നടക്കുന്നു, ഗസൽ ഈവനിങ് ആണ്. അതൊക്കെ ഓക്കെ. അവിടെ പൂതേരി രഘുവേട്ടൻ അവിടെ തബല വായിക്കുന്നു, ഷക്കീല് പാടുന്നു, ഡോക്ടർ ഷക്കീല് പാടുന്നു, ഹാർമോണിയം വായിച്ചിട്ട്. അതെ. അകത്തോട്ട് വരുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നു കട്ടിലിൽ ചിരിച്ചുകൊണ്ട്, മുല്ലശ്ശേരി രാജുവേട്ടൻ. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യം കാണുന്നത്. കാൽക്കൽ ഗിരീഷ് ഇരിക്കുന്നുണ്ട്. ഗിരീഷാണ് ഇതിനൊക്കെ കാരണം. എങ്ങനെയാണ് ഗിരീഷിന് ഇവിടെ വന്നത്? അല്ലെ ഗിരീഷാണല്ലോ എന്നെയും രഞ്ജിയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. ഗിരീഷ് പാസ്സായ ഉടനെ ഗിരീഷിന് ട്രാൻസ്പോർട്ട് കമ്പനിയിലോ മറ്റൊരു പണി ഉണ്ടായിരുന്നു. അതിനുപരി ഇവിടെ പണ്ടേ രാജുവേട്ടൻ പാട്ടായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഈ ഓർക്കസ്ട്രയിലുള്ള TC കോയ തബലിസ്റ്റാണ്. TCയും രാജുവേട്ടനുമായിട്ട് വളരെ ക്ലോസാണ്. TC നന്നായിട്ട് മ്യൂസിക് ചെയ്യും. അങ്ങനെ ഒരു അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ട് TC കോയ മ്യൂസിക് ചെയ്തിട്ട്. ഗിരീഷ് സിനിമ വന്നിട്ടില്ല. വളരെ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പെയാണ് അത്. ഒരു പാട്ട് ഒരു കാസറ്റ് ഫുൾ അവിടെ റെഡിയാക്കിയിട്ട് നമുക്കിവിടെ ഒരു രാജുവേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണദാസ്. ആ കൃഷ്ണദാസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ആ ഗിരീഷിൻ്റെ പാട്ടെഴുത്ത് കേട്ടിട്ട് ഗിരീഷിനെ കൂട്ടിയിട്ട് വരുന്നത് TC കോയാണ്. അങ്ങനെയാണ് ഗിരീഷിൻ്റെ എൻട്രി ടു മുല്ലശ്ശേരി. ഗിരീഷ് രഞ്ജിയെ കൊണ്ടുവരുന്നു അല്ലേ? അതെ. ഗിരീഷിൻ്റെ ഈ ആയിട്ട് അടുത്തായതോട് കൂടിയതിൻ്റെ ശേഷം ഒരു ദിവസം ഗിരീഷും രഞ്ജിയും കൂടിയിട്ട് ബീച്ചിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് ചോദിച്ചു, രഞ്ജി നിനക്ക് ബാബുക്കയുടെ ശബ്ദം കേൾക്കണമെന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. അല്ല, ബാബുക്കയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ ഞാനൊരു വീട്ടിൽ കൊണ്ടുപോകും, അവിടെ ബാബുക്ക സ്വന്തം പെട്ടി വായിച്ച് പാടിയ കുറേ പാട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിയെ കൂട്ടിയിട്ട് ഗിരീഷാണ് ഇവിടെ ആദ്യം വരുന്നത്. ബാബുക്കയുടെ ഒറിജിനൽ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് രഞ്ജി ഈ വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഈ രഞ്ജിയാണ് ജയൻ ഇവിടെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ വരുമ്പോൾ ഒരിക്കലും ഇപ്പം കോട്ടയത്തുനിന്ന് ഞാൻ കോഴിക്കോട് വരുന്ന സമയത്ത് ഇങ്ങനൊരു വീട്ടിലൊരു മേഫിൽ നടക്കുന്നു. അവിടെ എല്ലാവരും ചിരി മാത്രമേ ഉള്ളൂ. മൊത്തം സന്തോഷത്തിൻ്റെ അന്തരീക്ഷം. പാടുന്നു, അതിൻ്റെ ഇടയിൽ വയ്യാത്ത ഒരാൾ, പൂർണ്ണമായിട്ടും ബെഡിൽ കിടക്കുന്ന രാജുവേട്ടൻ നമ്മളെക്കാൾ കൂടുതൽ ചിരിക്കുന്നു. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ചിരിക്കാൻ? ഒന്നാമത് ഈ വീടിൻ്റെ ജീവനാടി എന്ന് പറയണതേ പാട്ടാണ്. അത് പണ്ടേ അങ്ങനെയാണ്. പാട്ടും നൃത്തവും ഈ ഇതിൻ്റെ ഉള്ളിൽ എന്നോ ഉള്ളതാണ്, തലമുറകളായിട്ട് കിട്ടിയതാണത്. രാജുവേട്ടൻ്റെ ഏട്ടനാണെങ്കിലും ശരിക്കും കഥകളി പഠിച്ച്
ഇതായിട്ട് ഗുരു കുഞ്ചുകുറുപ്പിൻ്റെ കീഴിൽ പഠിച്ച് റെഡിയായി. പിന്നെ അന്ന് ഇവിടെ ആട്ടക്കാരനും ഒരു മേളക്കാരനും ഒക്കെ ഇവിടെ താമസമാണ്. അങ്ങനെ ആടി പഠിച്ച ഒരാളാണ്. പിന്നെ എടത്തി രാജുവേട്ടൻ്റെ സിസ്റ്ററാണെങ്കിൽ അസലായിട്ട് കർണാട്ടിക് പഠിച്ച് പാടിയ ആളാണ്, പാട്ട് പഠിച്ച ആളാണ്. രാജുവേട്ടൻ പിന്നെ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഡൽഹി യേശുദാസ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളുടെ ജീവനാടിയ സംഗീതമാണ് ഈ വീട്. ആ സംഗീതം കൊണ്ടായിരിക്കാം ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് ജീവിച്ചു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് വേറെ ഒന്നുമല്ല. ആ മേഫിൽ രാത്രി അല്ലെങ്കിൽ ആ സന്ധ്യ എൻ്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേഫിൽ എന്നൊരു സിനിമ രാജുവേട്ടനെ പോലെ, അതിലിപ്പം മുകേഷാണ് അഭിനയിച്ചിരിക്കുന്നത്, ചേച്ചിയുടെ ക്യാരക്ടർ ആശാ ശരത്താണ്. അങ്ങനെ അന്ന് വന്ന ഒരു സന്ധ്യയ്ക്ക് വന്ന കുറേ ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന കുറേ പാട്ടുകൾ ഇതിലൂടെ ഒരു കഥ പറയുകയാണ്. ശരിക്കും രാജുവേട്ടൻ്റെ എന്നും തോന്നുന്ന, അല്ലെങ്കിൽ ഈ വയ്യാതെ കിടക്കുന്ന ഒരാൾ എത്രമാത്രം ചിരിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മേഫിലൂടെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചിയായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചത്. ഞാനൊന്ന് പഴയ കാര്യങ്ങളൊന്ന് ചോദിക്കുക ചേച്ചിയോട്. കാരണം കുറച്ചൊക്കെ എനിക്കറിയാം. ബാബുക്കയും അല്ലെങ്കിൽ ഗാനഗന്ധർവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജുവേട്ടൻ, ഇവരെല്ലാം ഒന്നിച്ച് പാടി അല്ലേ. ആ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് ദാസേട്ടൻ അക്കാഡമി പഠിക്കണം, രാജുവേട്ടൻ അവിടെ മരക്കാർ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യണം, അന്നുള്ള ബന്ധമാണ്. അന്ന് റാഫിയുടെ പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ ദാസേട്ടൻ. അതായത് രാജുവേട്ടൻ ദാസപ്പൻ എന്ന് വിളിക്കുന്ന ദാസേട്ടൻ. ഇന്നുമുണ്ട് ആ ബന്ധം. രാജുവേട്ടൻ പോയിട്ട് ഇപ്പോൾ 23 വർഷമായില്ലേ, 23 വർഷമായി. എന്നാലും ഞാനും ആ കുടുംബമായിട്ട്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞത് തന്നെയാണ് ദാസേട്ടൻ. എന്തായാലും മാസത്തിലൊരു 2 വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഞങ്ങൾ കുടുംബങ്ങളും തമ്മിൽ അടുപ്പുണ്ട്. ഇപ്പം എൻ്റെ മകളുടെ മകളും ആ ജനറേഷൻ ഏറ്റെടുത്തു. ദാസേട്ടൻ്റെ മകൻ വിജു ആണെങ്കിലും എൻ്റെ മകളുടെ നാരായണൻ്റെ വീട്ടിൽ പോവലും ആ ഒരു ബന്ധം അതങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. എത്ര കാലം പോകും എന്നറിയില്ല. പക്ഷെ അതെന്നും രാജുവേട്ടനായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു സംഗീതമാണ് നിങ്ങളുടെ ജീവിതത്തിന് മുഴുവൻ ഇപ്പോഴും ട്യൂൺ ചെയ്തിരിക്കുന്നത്. കാരണം അന്ന് തിരുവനന്തപുരത്ത് ദാസരം പഠിക്കുമ്പം രാജുവേട്ടൻ ഇതുപോലെ കൂടെ പാടാൻ വന്നു. എം ജി രാധാകൃഷ്ണനൊക്കെ ഉള്ള കാലം അവരെല്ലാം സുഹൃത്തുക്കളാണ്. പിന്നീട് ഇവരുടെ സൗഹൃദം വളരെ വലുതായി. കോഴിക്കോട് വലിയൊരു സൗഹൃദ സദസ്സായിരുന്നു ഈ വീട്. നമ്മുടെ പിന്നെ സാഹിത്യകാരന്മാരും മോശമൊന്നുമില്ല, എല്ലാവരും MT, VKN, ആ ഒരു വൈക്കം മുഹമ്മദ് ബഷീർ, സന്ധ്യക്ക് എല്ലാവരും ഇവിടെ എത്തുന്നു. പഴയ കാലത്ത് നടന്മാരാണെങ്കിൽ സത്യൻ സാറ്, നസീർ, നെല്ലിക്കോട് ഭാസ്കരേട്ടൻ, അവരെല്ലാവരും അത്. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ ഓർമ്മയിൽ, ചേച്ചി വീട്ടിൽ വരുന്നതിന് മുൻപ്, ചേച്ചി പുറത്തൂടെ നടന്നു പോകുന്ന കാലത്ത് ഇവിടെ എപ്പോഴും സംഗീതം, ഇതൊരു ബാച്ചിലേഴ്സ് ഡെൻ അത്രേ പറയാൻ പറ്റുള്ളൂ. പാട്ട് കേൾക്കാം, പാട്ട് മാത്രം, പാട്ട് എല്ലാം ഉണ്ട്. രാജുവേട്ടൻ്റെ കള്ള് സഭ എന്ന് തന്നെ പറയാം. അയ്യോ എൻ്റെ ഭഗവാനെ, എനിക്കിവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു ഈ ഇവിടെ അടുത്ത് ഒരു സ്കൂളിലൊരു ടീച്ചർ ജോലി. അപ്പോൾ ഞങ്ങളുടെ പ്രേമബന്ധം തുടങ്ങിയ കാലം. അപ്പം രാവിലെ കാണാനൊരു പോക്കുണ്ട്. ഞാൻ സ്കൂളിൽ പോണ പോക്കിൽ രാജുവേട്ടനെ കണ്ടിട്ടാണ് പോവുക ഇവിടെ കയറിയിട്ട്. ആ സമയത്ത് ഇവിടുത്തെ ദൃശ്യം എന്ന് പറഞ്ഞത് വളരെ ഇതാണ്. കാരണം ഓരോ മുറിയിൽ നിന്ന് ഓരോരുത്തരെ എണീറ്റ് വരേണ്ട കാണാം. രാത്രിത്തെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് കുറേ പിന്നെ അതുണ്ടാവും, കുപ്പികളുടെ ഉണ്ടാവും, ബീഡിക്കുറ്റികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ശരിക്കും മംഗലശ്ശേരി നീലകണ്ഠൻ ആയിരിക്കും. പക്ഷെ അത്രത്തോളം ഒരു ഇതുണ്ടോന്ന് ഗാംഭീര്യമൊന്നുമില്ല. ഉള്ളില് പാവ മനുഷ്യൻ, അയാൾക്ക് ഗാംഭീര്യമൊന്നുമില്ല, അയാൾ പാവം മനുഷ്യനാ. പക്ഷേ ഈ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അറിയില്ല. ഭാസ്കരേട്ടനും ബാലേട്ടനും ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ സ്ഥിരം മെമ്പറായിരുന്നു. എന്നിട്ട് അന്ന് രാജുവേട്ടൻ്റെ അമ്മ ഉള്ള കാലത്ത് എപ്പോഴും ചോദിക്കും, എന്നാണാവോ ഈ ബാലിനൊന്ന് നിലപെട്ടി കിട്ടി പിടിച്ച് കയറുക എന്ന്. എന്നിട്ട് അങ്ങേർക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഇവിടെ വന്നു. എന്നിട്ട് അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു, എൻ്റെ അമ്മ ഉണ്ടാവേണ്ടിയിരുന്നു ബാല, ഒന്ന് സന്തോഷിക്കണമെങ്കിൽ. എന്നിട്ട് നോക്കുമ്പോൾ കാണാനില്ല. മൂപ്പര് രാജുവേട്ടൻ്റെ അമ്മയുടെ ഫോട്ടോൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് തൊഴുകയാണ്. അത്ര ഇഷ്ടമായിരുന്നു. അപ്പം അമ്മയുള്ള കാലം തൊട്ട് ഈ
നാടകക്കാരും ഓ അല്ലെങ്കിൽ നാടകക്കാരൊക്കെ സംഗീത സ്ഥിരം സംവിധായകർ പഴയ വീട്ടിൽ എല്ലാവരും വരും. സ്ഥിരമാണ്. അപ്പോൾ ആ വീട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് തന്നെ വളരെ അപൂർവമായിരിക്കും അങ്ങനെ ഒരു. പക്ഷേ ഗസൽ ക്ലബ്ബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മേഫിൽ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, അതിനേക്കാൾ കൂടുതൽ അല്ലേ. ബാബുക്ക് കുറെ പാട്ടുകൾ ഇവിടുന്ന് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പിന്നെ മുല്ലശ്ശേരി വീട്ടിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് പോവില്ലല്ലോ, ഇവിടെ തന്നെ അല്ലായിരുന്നു താമസവും ഒക്കെ. MT ഇവിടെ തന്നെ ആയിരുന്നു ആ സമയത്തൊക്കെ അല്ലേ കൂടുതൽ സമയം വരാറൊക്കെ ഉണ്ട് സ്ഥിരം. പിന്നെ MT വാസുവേട്ടൻ എന്ന് പറയുന്നത് രാജുവേട്ടൻ്റെ ഏട്ടനായിട്ടുള്ള ബന്ധമാണ്. രാജുവേട്ടൻ്റെ ഏട്ടൻ ജേർണലിസ്റ്റാണ്, എഴുതുമായിരുന്നു, ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയിലൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അന്നുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് ഏട്ടൻ പോയതിൻ്റെ ശേഷമാണ് രാജുവേട്ടൻ. അപ്പോൾ എന്നും വാസുവേട്ടൻ തന്നെ പറയും, ഞാൻ ബാലാജിയായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം, പക്ഷേ രാജുവിൻ്റെ മേഖലയാണെങ്കിൽ സംഗീതമാണ് എന്ന് എപ്പോഴും വാസുവേട്ടൻ പറയാറുണ്ട്. ചേച്ചി ആദ്യം കണ്ടത് എപ്പോഴാണ്? ആരെ? രാജുവേട്ടനെ. അയ്യോ, അത് ഞങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ, ഞങ്ങൾ ബന്ധുക്കളല്ലേ. അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ ആ സമയത്ത് പക്ഷേ ഒരിക്കലും ഒരു രാജുവേട്ടന് ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. രാജുവേട്ടൻ്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു. അപ്പോൾ രാജുവേട്ടൻ എന്തിനാ ആണുങ്ങളൊക്കെ ഇത്ര മോതിരം ഇട്ടിരിക്കുന്നത്, ഒന്നെനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇത് തരുന്ന ആളിൻ്റെ കൂടെ വരണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു ആരെ കെട്ടിയാലും ശരി എനിക്ക് വയ്യാട്ടോ, രാജുവേട്ടൻ്റെ കൂടെ ഒന്നും ഞാൻ വന്ന് താമസിക്കും. രാജുവേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നോ? രാജുവേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് രാജുവേട്ടൻ പറഞ്ഞത്. അമ്മയോട് വന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അത്ര, ആ കുട്ടിക്ക് കുറച്ച് പ്രായമായിട്ടുള്ളൂ, ഉണ്ടായിട്ടിരുന്നോളാൻ പറഞ്ഞു. പക്ഷെ അതെന്തൊക്കെയോ ആയി, കാലം മാറ്റി 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 അതൊക്കെ കൂടി അങ്ങനെ എനിക്ക് ഞാൻ ആരെ കഴിച്ചാലും രാജുവേട്ടനെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ദേവാസുരത്തിൽ അതേ തന്നെയാണ് വന്നത്. അതുപോലെ ചേച്ചി പറഞ്ഞിരുന്നോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം, ആരെ കെട്ടിയാലും ശരി എനിക്ക് വയ്യാട്ടോ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചു. അങ്ങനെ ജീവിതം അങ്ങനെയല്ലായിരുന്നു, എങ്ങനെ കഴിക്കും. പാട്ട് പാടും, അങ്ങനെ പാട്ട് പാടി, ആ പാട്ടിലാ ഞാൻ വീണ സത്യം പറഞ്ഞാല്. അസലായിട്ട് പാടിയിരുന്നു രാജുവേട്ടൻ. ഇവിടെ പിന്നെ ക്ലബിലൊക്കെ പാടാറുണ്ടായിരുന്നല്ലോ, ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് പാടാറുണ്ട്, ഒക്കെ പാടാറുണ്ട്. ദാസേട്ടനുമായിട്ട് എത്ര ഗാനമേളകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും? ദാസേട്ടൻ്റെ കൂടെ പാടൊന്നുമില്ല. ഏയ് അതൊന്നുമില്ല. അതല്ലേ രാജുവേട്ടൻ്റെ കുടി മാത്രമേ ഉള്ളൂ ദാസേട്ടന് ഏറ്റവും ദേഷ്യം. അപ്പോൾ ഈ ദാസേട്ടനെ എനിക്ക് ഭയങ്കര അഡ്മിറേഷനല്ലേ, ഭയങ്കര അഡ്മിറേഷനാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ഫെറൂഖ് കോളേജിൻ്റെ ഫണ്ടറിൽ ഒരു റേസിംഗിന് ഒരു ഗാനമേള വെച്ചു. അന്ന് എനിക്ക് പോകാനും പറ്റി. എനിക്ക് അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ കാണാൻ അങ്ങനെ മോഹിച്ചിരിക്കുകയായിരുന്നു ദാസേട്ടനെ. അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് രാജുവേട്ടൻ മുനി അവൻ ദാസപ്പനെ അവന് എനിക്കറിയാം. ഞാൻ എന്തിനാ വെറുതെ പുളുവടിക്കുന്നത്? അല്ലല്ലല്ല, അവന് നല്ല അടുപ്പാണ് ഒക്കെയാണ്. പക്ഷെ ഞാൻ അവനായിട്ട് തെറ്റിപ്പോയതാണ്. ഞാൻ എന്തേ കാര്യം, ഞാൻ കുടിച്ചിട്ട് ഒരു ദിവസം എന്തോ പറഞ്ഞത്രേ, ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഓട്ടോറിക്ഷയിൽ അവിടെ പോയപ്പോൾ ഇവിടെ എവിടെയോ റിഹേഴ്സലിന് പോയപ്പോൾ പറഞ്ഞത്രേ, ഒരു കാര്യമുണ്ട്, ദാസേട്ടൻ്റെ ഇവനെ നേരെ മുല്ലശ്ശേരി വീട്ടിൽ കൊണ്ടായിക്കോളൂ, അതാ നല്ലതെന്നും പറഞ്ഞിട്ട് ഇവൻ ഏതായാലും ശരി. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു, എന്താണ് ഒരു കാര്യം, എനിക്ക് എൻ്റെ ചിലവില്ല, എനിക്ക് പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ വെച്ച് എൻ്റെ പാട്ട് കേൾക്കുക, അല്ലാണ്ട് വേറൊരു ചിലവില്ല, അതിന് എൻ്റെ ഒരു അതും വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ പോവുകയാണ്. എന്നാൽ ഞാൻ കുടിച്ച് ചാവേ ഉള്ളൂ എന്നും പറഞ്ഞു വിട്ടു. അത് തെറ്റിപ്പിരിഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുറി ഇവിടെ വന്നു കാലിക്കറ്റിൽ. മുമ്പൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്കൊന്ന് ദാസേട്ടനെ കാണും. ഒരു കാര്യം ചെയ്യും, ഫോൺ എടുക്ക്, ഫോൺ എടുത്തിട്ട് വിളിക്ക്, ഫോൺ കിട്ടിയാൽ വിളിക്ക്, എൻ്റെ കയ്യെത്താ, എന്നാൽ അടുത്ത മിനിറ്റ് ദാസേട്ടൻ ഇവിടെ വരും. ഞാൻ പറഞ്ഞു പിന്നേന്ന് വെച്ചു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഒരു സുകുമാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവരെടുത്തത് അവർ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ആര്? മുല്ലശ്ശേരി രാജു. മുല്ലശ്ശേരിയോ എന്ന് കേട്ടു. മുല്ലശ്ശേരി എന്ന് കേട്ടപ്പോൾ ദാസേട്ടൻ ചോദിച്ചു, ആര് മുല്ലശ്ശേരിയോ? ഫോൺ വാങ്ങി. ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ മുല്ലശ്ശേരി രാജുവിൻ്റെ ഭാര്യയാണ്. രാജുവിൻ്റെ ഭാര്യ? ഓൻ ചത്തിട്ടില്ലേന്ന് എടുത്ത വഴിക്ക് ചോദിച്ചത്. ഇല്ലടാ ദാസപ്പ, ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചു, നിനക്കൊരു കുട്ടിയോ? കല്യാണം അറിയിച്ചില്ല. ആര്? അത് ചാടിപ്പോന്ന കല്യാണമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ അപ്പം വരുന്നു എന്ന് പറഞ്ഞു. ആ 10 മിനിറ്റ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, പഴയ വീടല്ല, എൻ്റെ നെക്സ്റ്റ് വീടാണ്, ഒരു വീട് ഒരു ഗേറ്റ് അപ്പുറത്തേക്കാണ്, അങ്ങടേക്ക് വരും. അന്ന് ദാസേട്ടൻ വന്നിട്ട് 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കുറേ നേരം പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പറയേണ്ട പ്രോഗ്രാമിന് സമയമായി. സാരമില്ല, അവനെ കണ്ടിട്ട് ഞാൻ ഒരുപാട് കാലമായി, അവൻ്റെ ഭാര്യ, അവൻ്റെ മകള്, 1 മണിക്കൂർ ഞാൻ അങ്ങോട്ട് തള്ളി പാടിക്കോളാം, എന്നാലും വേണ്ടില്ല, അവനെ കണ്ടു മതിയാവട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഞാനും ദാസേട്ടനും തമ്മിലുള്ള. രാജുവേട്ടൻ വീണിട്ടില്ല, വയ്യാതായിട്ടില്ല? വയ്യാതായിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ച്. ശേഷമാണ് പിന്നെ
രാജുവേട്ടന് പാരാലിസിസ് വന്നതിന് ശേഷമല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടല്ലേ എൻ്റെ വീട്ടുകാരെ എതിർത്ത്. ശരിക്കും ആദ്യം എതിർത്തിട്ടും ചേച്ചിക്ക് പിന്നീട് രാജുവേട്ടനെ കല്യാണം കഴിക്കണം തോന്നാനുള്ള കാരണം രാജുവേട്ടൻ്റെ മനസ്സിൻ്റെ ഇത് കൂടുതൽ പരിചയപ്പെട്ടു, കൂടുതൽ ഇതായി, ഇഷ്ടമായി കഴിഞ്ഞ് ആ ഒരു കാലത്ത് തന്നെ രാജുവേട്ടൻ വീണു സുഖമില്ലാതെ. അല്ലില്ല, അതിൻ്റെ മുമ്പേ രാജുവേട്ടനൊരു വീഴ്ച വീണ് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതിൻ്റെ ശേഷം ഈ പറഞ്ഞ മാതിരി എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാരും എഗൻസ്റ്റായി. കാരണം ഞാൻ 3 ഏട്ടന്മാർക്കുള്ള ഒരു അനിയത്തി, ഒരേ മകള്. അപ്പം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഫ്യൂച്ചർ കളയണ്ട എന്നുള്ളത് അത് തന്നെയാണ് മംഗലശ്ശേരി നീലകണ്ഠം വീണതിന് ശേഷം അല്ലേ അതൊക്കെ ദേവാസുരം കഥ ബേസിക് സ്റ്റോറി അത് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള അങ്ങനത്തെ ഒരു പകയും അതും രാജുവേട്ടന് ബിറ്റർനെസ് എന്ന് പറഞ്ഞത് ഇല്ല. സംഗീതം അന്തരീക്ഷം അതിന് ഒരാളോടും പകയില്ല. ബേസിക്കലി പാവ രാജുവേട്ടൻ. വീട്ടിലാണെങ്കിലും അതെ, എല്ലാവർക്കും ഒരു സ്ഥാനം, ഒരു വേരിയേഷൻ രാജുവേട്ടൻ വരുത്തില്ല. ഇപ്പോൾ 3 ആൾ കടന്നു വരികയാണ്. ഒരാൾ കാറിൻ്റെ ഓണർ, ഒരു കാറിൽ ഒരാൾ, അയാളുടെ കൂടെ ഒരു ഡ്രൈവർ, വേറൊരാളും കൂടിയിട്ട് 3 ആളും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം രാജുവേട്ടൻ ചോദിക്കുക എന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് പോരൂന്ന്. അയാളകത്തേക്ക് വിളിച്ചിട്ടേ ബാക്കിയുള്ളവർ അത്ര ഒരാൾക്ക് എല്ലാവർക്കും ഒരു സ്ഥാനം. അത് ജയന അറിയാലോ, ഇവിടെ എല്ലാവരും ഒരു സ്ഥലത്ത് ആ കട്ടിലിൻ്റെ അവിടെ ഇരിക്കുക എന്നല്ലാതെ ഇവിടെ വേറെ ഒരു അത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആദ്യമൊക്കെ. ശരിക്കും നിങ്ങളുടെ ഒരു എന്താണ് ആ പ്രണയകാലം അല്ലേ, അത് കുറേ നമ്മൾ ദേവാസുരത്തിൽ അത്രയും കാണിച്ചിട്ടില്ല. പക്ഷെ ശരിക്കും ഒരു ഞങ്ങളുടെ ബൈൻഡിങ് കുറച്ചും കൂടി കാണിച്ചിരിക്കുന്നത് രാവണപ്രഭുല. ഞങ്ങളുടെ അതെ നീലകണ്ഠന്റെയും ഭാനുമതിയുടെയും എഫെക്ഷൻ ശരിക്കും വരുന്നത് അതില്ല. ചേച്ചി വീട്ടിൽ വരുമ്പോ, കല്യാണം കഴിച്ച് വരുമ്പോ അന്നും ഈ പറഞ്ഞ സംഗീത സദസ്സും ഇവിടുത്തെ ആദ്യം കുറച്ച് സമയമൊക്കെ ഒന്നുമില്ല, കുറച്ച് സമയത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും വന്നു ബാബുക്ക ഗ്രൂപ്പ് എല്ലാം വന്നു. അപ്പം ചേച്ചി അതിനെ വേണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പാട്ട് ഇഷ്ടമാവുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഏതെങ്കിലും സിനിമ കമ്പോസ് ചെയ്ത് ഓർമ്മയുണ്ട് ഇവിടെ വെച്ച്? ഏതെങ്കിലും പാട്ടുകളൊന്നുമില്ല, ഓർമ്മയില്ല. പക്ഷെ പണ്ടത്തെ ആ കമ്പോസിങ് അവരുടെ എങ്ങനെയാ ബാബുക്കയുടെ കമ്പോസിങ് ഒക്കെ ചേച്ചിയുടെ ഓർമ്മയില്ല? അതല്ലേ ബാബുക്ക ഇവിടെ വന്നപ്പം ഇതാണ് ബാബുരാജ് എന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ പരിചയപ്പെടുത്തി തന്നു. അപ്പം എന്നോട് പറഞ്ഞു ബേബി കണ്ടിട്ടില്ലല്ലോ പിന്നെ കുട്ടി വായിക്കണത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് വായിച്ച് കാണിച്ചു കൊടുക്കുക, അവളുടെ ഒരു മോഹമാണ് കാണണം എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ പറഞ്ഞില്ലേ, സച്ച് ഇങ്ങനെ മെസ്മറൈസിങ് ഫിംഗേഴ്സ്, ചിത്രശലഭങ്ങൾ പറക്കുന്നു. അയ്യോ ആ ഒരു എൻ്റെ കണ്ണിപ്പോൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അത് കാണും. അങ്ങനെ ഒരു ഫിംഗേഴ്സ് ഞാൻ ഒരാളും വായിക്കുന്നത് കണ്ടിട്ടില്ല ഇതുവരെ. എന്ത് രസം. അത് കഴിഞ്ഞ് പോയിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് പോയി. ദാസേട്ടൻ പാടിയിട്ടുണ്ട് ഇവിടെ വെച്ച്? ഞാനോ? ദാസേട്ടൻ ഞങ്ങൾ വള്ളപ്പോൾ പാടാറുണ്ടല്ലോ. പിന്നെ അപ്പം അത് ചേച്ചി ഇത്ര ആരാധിക്കില്ലേ ദാസേട്ടനെ? അപ്പം ആ നേരിട്ട ശബ്ദം കേൾക്കുമ്പോൾ നേരിട്ട് അപ്പോഴൊന്നും കേട്ടിട്ടില്ല. അത് പിന്നെ അവസാനം ഇവർ പറയുമ്പോൾ ഇവർ സംസാരിക്കുന്നത് കടന്നു വരുമ്പോഴേ പറയും, രാജ നീ നല്ലത് നിനൈ മനമേ എന്ന് പറഞ്ഞിട്ട് അവര് നല്ലത് നിനൈ മനമേ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മുഴുവൻ ചെക്കിങ് ആയിരുന്നില്ലേ വന്നിട്ട് ദാസേട്ടൻ എവിടെങ്കിലും അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അളമാര വരെ പോയി തുറന്നു നോക്കി. ശരിക്കും രാജുവേട്ടൻ്റെ കൂടി നിർത്തിയത് ദാസേട്ടനാണ് പറയാല്ലേ? അതൊന്നല്ല, ഞാൻ തന്നെയാണ് നിർത്തിയത്. അത് ആരുമല്ല, ഞാൻ പറഞ്ഞിട്ടത് അല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ വർദ്ധിക്കുന്ന ഇടയ്ക്ക് കുടിച്ചോളാം. കുടി നിർത്തേണ്ട കാര്യമൊന്നുമില്ല, ഇമ്മാതിരി കുടി കുടിക്കരുത്. എനിക്ക് എങ്ങനെയായിരുന്നു അന്ന് ആ സമയത്തൊക്കെ? വാസോട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ സീരിയസ് ആയിരുന്നു അതോ സംസാരിക്കും? വാസോട്ട് ഞാൻ വന്നതിൻ്റെ ശേഷം അധികം വരവൊക്കെ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആകുമ്പോഴേക്ക് സരസ്വതി ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ലേ, ഏടത്തിയമ്മേനെ കല്യാണം കഴിച്ചു. അപ്പോൾ രാജുവേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജുവേട്ടൻ എന്നും പറയേ MT ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ സരസ്വതി ആണ്. ഓൺലി ബിക്കോസ് ഓഫ് സരസ്വതി. അച്ഛാ അത്ര നോക്കിയിരിക്കുന്നു വയ്യാണ്ടായ സമയത്ത്. പിന്നെ പിന്നെ ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ട് പ്രശ്നമായിരുന്നല്ലേ ആ സമയത്ത്. വാസുട്ടിന് വയ്യാണ്ടായ സമയത്ത് ആ സമയം മുഴുവൻ എടുത്തമ്മ അങ്ങേ അറ്റം നോക്കിയിട്ടുണ്ട്, പറയാണ്ട വയ്യ. ഞാൻ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം മോളുണ്ടായി കഴിഞ്ഞിട്ട്, നാരായണൻ ഉണ്ടായി കഴിഞ്ഞിട്ട് രാജുവേട്ടന് കയ്യിലൊന്ന് എടുക്കാൻ പോലുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അപ്പോഴേക്കും രാജുവേട്ടൻ കിടന്നുപോയി അല്ലേ? ഇല്ല, ആ സമയത്ത് രാജുവേട്ടൻ്റെ ഷോൾഡർ പിടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് നാരായണിക്കൊരു
വയസ്സായിട്ടുണ്ട്, 3 ആയിട്ടില്ല. ആ സമയത്ത് ഞാൻ രാജുട്ടൻ അങ്ങനെ എൻ്റെ ഷോൾഡർ പിടിച്ച് അങ്ങനെ വന്ന പുറത്ത് അങ്ങനെ ഉമ്മർപ്പടയുടെ മുകളിൽ തടഞ്ഞ് വീണു. ആ വീഴ്ച ഇവള് കണ്ടു ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം രാജുട്ടൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവൾക്ക് പേടിയായിരുന്നു. എന്ത് പേടിയായിരുന്നു എന്നറിയോ മോൾക്ക്? വീഴുമോ എന്നുള്ള പേടിയായിരുന്നു. അത് എത്ര കാലം അച്ഛൻ നീക്കണ്ട കേട്ടോ എന്ന് പറയും അപ്പം തന്നെ. പക്ഷെ എങ്ങനെ പറ്റുന്നു ഈ രാജുവേട്ടൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട്? ചേച്ചി ഇപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ അതിൻ്റെ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. അത് ഈ മെഹ്ഫിലിൽ ഞാനത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു കഴിവ്? അല്ലെങ്കിൽ അറിയാം എങ്ങനെയാണ് എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്തിട്ട് സന്തോഷമായിട്ട് എല്ലാവരും പോണ് കാണുന്നതിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വരുമ്പോൾ ചിരി മാത്രമേ ഉള്ളൂ. ഇവിടെ വാതിൽ തുറക്കുമ്പം നാരായണിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും രാജുവേട്ടനാണെങ്കിലും എല്ലാം ചിരിയും തമാശകളും മാത്രമേ ഉള്ളൂ ഇവിടെ. കുറേ ശരിയാണത്. അത് ഞാനൊക്കെ ചോദിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം പറയാൻ സമയമില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ക്ഷീണമായിട്ടുണ്ടാവും, ഞങ്ങൾ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ പിന്നെയും എണീക്കുമ്പോഴേക്കും പിന്നെയും തുടങ്ങും ഇത് തന്നെ. പിന്നെ 2 കാസറ്റ് ഇവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ മുറി ഹാളിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട്. അത് വേറെ ശരിക്കും എൻ്റെയും രഞ്ജിയുടെയും ഏറ്റവും വലിയ ടേൺസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ചേഞ്ചസ് നടന്നിട്ടുള്ള ഇവിടുന്നാണ്. ഇപ്പം എൻ്റെ ദേശാടനം അതിൻ്റെ ഒരു കാര്യം നമ്മൾ മറക്കില്ല. അയ്യോ അതിൻ്റെ പ്രീവ്യൂ അല്ലേ, കൽപ്പക തിയേറ്റർ. അതെ. പിന്നെ ജോണി വാക്കറും ഇവിടുന്നാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരൊറ്റ ഗിരീഷിനെ കൊണ്ട് എഴുതിപ്പിക്കണേ എന്നുള്ള ഒരൊറ്റ വാശിയായിരുന്നു. ഇപ്പം ഇതിൽ ഈ സിനിമയിൽ മെഹ്ഫിലിനകത്ത് ഉണ്ണിമൂന്നും ചെയ്യുന്ന ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറാണ്. ഞാൻ രഞ്ജിയുടെയാണ് കൈലാസ് ചെയ്യുന്ന ക്യാരക്ടർ. ഇവിടെ വന്നിട്ട് നമ്മൾ അന്ന് ജോണി വാക്കർ ചെയ്യാൻ തീരുമാനിച്ചൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് 2 കഥകൾ, ഒന്ന് ജോണി വാക്കർ ഉണ്ടാകുന്നു, അതേസമയം തന്നെ രഞ്ജി തീരുമാനിച്ചാണ് ദേവാസുരം ഇങ്ങനെ ഒരു സംഗതി വരും എന്നുള്ള ഒക്കെ കഴിഞ്ഞ് എഴുതി എല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഒരു സാധനം ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് വായിക്കുന്നത്. അതിന് മുൻപ് ഈ കഥ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടൊന്നുമില്ല? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് അത് വായിച്ചപ്പോൾ എന്താ തോന്നിയത്? വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ എത്ര മോശമാക്കേണ്ടിയിരുന്നില്ല തോന്നിപ്പോയി. അല്ല പക്ഷെ രാജേട്ടൻ എന്താ പറഞ്ഞത് അറിയാം, ലാല് ഇതിലും മോശക്കാരനായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് രാജേട്ടാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇതിലും ചട്ടമ്പിയായിരുന്നു കേട്ടോ. വയലൻസ് ഇല്ല അല്ലേ? വയലൻസ് ഒന്നുമില്ല. ശരിക്കും രാജുവേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ദാസേട്ടൻ, എന്തായാലും ഏറ്റവും അടുത്ത സുഹൃത്ത്? രാജുവേട്ടന് എല്ലാ പാട്ടുകളും ഇഷ്ടം. പിന്നെ രാജുവേട്ടനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ഒരു പാടാൻ തുടങ്ങുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ഏതൊക്കെ വിധത്തിൽ അവർക്ക് ഒന്നൊന്നൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരാളെയും ഡിസ്കറേജ് ചെയ്യില്ല. അതാണ് രാജുവേട്ടൻ്റെ ഏറ്റവും വലിയ പ്ലസ്. ആരെങ്കിലും പാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അവസരം വീണുവെന്നോ എന്തെങ്കിലും എന്തിനാ കുറ്റം പറയണം, അവരും പാടട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അവരും പാടിത്തെളിയും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് രാജുവേട്ടൻ. ജയചന്ദ്രനും ഇവിടെ വരുമായിരുന്നു. ജയേട്ടനായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു. ജയേട്ടൻ എത്ര പാട്ടുകൾ ദാസേട്ടൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ട് എന്നറിയോ, എത്ര പാട്ടുകൾ. ചേച്ചിയുടെ ഓർമ്മയിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ വന്ന് ഒത്തുചേർന്ന ഏറ്റവും നല്ല മൊമെന്റ്സ് ഒക്കെ എപ്പോഴാണ്? അവർ ഓരോരുത്തർ വരുമ്പോഴും നമുക്ക് അത് സന്തോഷമുള്ള കാര്യമല്ല ജയ. ഒന്നൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ വയ്യ. അല്ല ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, കാരണം ദാസേട്ടൻ വരുന്നു, ജയേട്ടൻ വരുന്നു, ബാബുക്ക വരുന്നു, MT വരുന്നു, ബാലങ്കർ നായർ, എല്ലാവരും വരുന്നു ഇവിടെ അല്ലേ? ഒരു ഉത്സവ അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അധികം ഓരോരുത്തരും ഓരോ സമയത്തായിട്ടല്ലേ വരുന്നത്. എന്തായാലും ശരി, ആര് വന്നാലും. ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പറഞ്ഞില്ലേ മെഹ്ഫിൽ പോലെ അല്ലെങ്കിൽ ഒരു ഗസൽ സന്ധ്യ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആഘോഷമുണ്ടല്ലോ. പുതിയ രഘുവേട്ടനൊക്കെ ഇവിടെ തന്നെയാണ്. ആ തബലയൊക്കെ വായിക്കുന്ന കാണാൻ ഭയങ്കര രസം. അല്ല അത് 2 മാസം കഴിയുമ്പോഴേക്ക് തുടങ്ങും രാജുവേട്ടൻ. അല്ല നമ്മളൊന്ന് കൂടിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കും. എന്നാൽ ശരി കൂടിക്കളയാന്ന് പറയും. കൂടുതൽ ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലൂടെയാണ് നമ്മളെല്ലാം എല്ലാം ബ്ലെൻഡഡ് ആണ് അല്ലേ? ഇപ്പോൾ ദാസേട്ടൻ മിക്കവാറും വിളിക്കുന്നു, രാജുവേട്ടൻ ഇല്ലാതായിട്ട് 23 വർഷമായി, എന്നിട്ടും ഇപ്പോഴും ആ വിളിയും ബന്ധമൊക്കെ ഇവിടെ വരുന്നവരും ഇപ്പൊ പാടുന്നവരാണെങ്കിൽ ഇപ്പൊ പാടാത്ത ഈ ഹാളിൽ പാടാത്തവരും ആരും ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എത്ര പേര് വന്ന് പാടിക്കുന്നു, പുതിയ മഞ്ച് സിംഗർ സ്റ്റാർസ്, അത് ഇത് ആ കുട്ടികളൊക്കെയും കൂടി ഇവിടെ വന്ന് പാടി പോയി അങ്ങനെ ഇതുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ സിംഗേഴ്സ് പാടാത്ത എല്ലാവരും ഈശ്വര്യ പാടിയിട്ടില്ല. ലീല ചേച്ചി വരുമായിരുന്നു അല്ലേ? ലീല ചേച്ചി, ലീല ചേച്ചി പാടിയിട്ടുണ്ട്, പിന്നെ ജാനകിയമ്മ പാടിയിട്ടുണ്ട്, സുശീലാമ്മ പാടിയിട്ടില്ല, സുശീലാമ്മയും പാടിയിട്ടില്ല, എല്ലാവരും ഈശ്വരിയും പാടിയിട്ടില്ല. ബാക്കി ഒരുമാതിരി എല്ലാ സിംഗേഴ്സ്, ശാന്ത പി നായർ, പഴയ സിംഗേഴ്സ് എല്ലാവരും പാടിയിട്ടുണ്ടല്ലോ. എല്ലാം ഉദയഭാനു ചേട്ടൻ എത്ര കാലം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മുടെ രവി ഒരുമാതിരി സിംഗേഴ്സിനെ പരിചയപ്പെട്ടത് മുഴുവൻ ഇവിടുന്ന്, ഒരുമാതിരി എല്ലാ സിംഗേഴ്സിനെയും പരിചയപ്പെട്ടിരിക്കുന്നത്. വയ്യാതെ കിടക്കുന്ന ഒരാളുടെ ആ ചിരിയുടെ അല്ലെ സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാ മ്യൂസീഷ്യൻസും ഇവിടെ വരുന്നു, അല്ലെങ്കിൽ കലാകാരന്മാർ ഇവിടെ എത്തുന്നു അല്ലേ, ദുഃഖമുള്ളവരിവിടെ വരുന്നു ചിരിക്കാൻ വേണ്ടി അല്ലേ. അത് വല്ലാത്തൊരു ക്യാരക്ടറുമാണ്. അതെനിക്ക് തോന്നുന്നു രാജുവേട്ടനോടൊപ്പം തന്നെ ചേച്ചിയും അതിൻ്റെ ഈക്വൽ. ഈ പറഞ്ഞ മാതിരി എവിടുന്ന് എങ്ങനെ ഇപ്പം എൻ്റെ മകൾ തന്നെ ചോദിക്കും ഇടയ്ക്ക്, എങ്ങനെയാണ് അമ്മ അതൊക്കെ കൂടി മാനേജ് ചെയ്തിരുന്നത്, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് ഒരാളെയും. ഞാൻ പിന്നെ എനിക്കറിയില്ല, ദൈവം തന്ന കഴിവ്. ഇപ്പോഴാണെങ്കിൽ പറ്റുമോ, അപ്പോൾ ഹെൽത്ത് മോശം, അത് ഇത് കാര്യങ്ങളൊക്കെ. 15 വർഷം മുൻപാണ് ചേച്ചിക്ക് ഒരു ചെറിയൊരു കുഴപ്പം. അതെ, പക്ഷേ അതിനും എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു ദൈവദൂതൻ എനിക്ക് ക്യാൻസർ വന്നതിൽ സങ്കടമേ ഉള്ളൂ. കാരണം എന്താ അറിയോ, എനിക്കൊരു മനുഷ്യനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാളെ കിട്ടി. എൻ്റെ അനിയനോ എൻ്റെ ഡോക്ടറോ എൻ്റെ അഡ്വൈസറോ എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല. അങ്ങനത്തെ അയ്യോ, ഡോക്ടർ ഗംഗാധരൻ, അതൊരു തന്നെയാണ്, ആ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. അത് എല്ലാവർക്കും അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതെ, മക്കളെ സംബന്ധിച്ചിടത്തോളം അതെ. ഡോക്ടറും പാടും, ഡോക്ടർ അസലായിട്ട് മേ ബി അതായിരിക്കാം ഇവിടേക്ക് വന്ന അട്രാക്ഷൻ. ഞാൻ തന്നെ കണ്ടോ ഓ ബുൾബുൾ വല്ല വായിച്ച് ചിത്രേനെ വീഴ്ത്തിന്ന് പറഞ്ഞു ഞാൻ അന്ന്. ക്യാൻസർ വിന്നേഴ്സിന്റെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറയും എന്നെ വിളിക്കണമെന്ന് പറയും. കാരണം എനിക്ക് പോകാൻ ഇഷ്ടമാണ് അവിടെ. കാരണം ഒരു ചെറിയ കുട്ടികൾ പോലും ആ ഡോക്ടറെ കൈ പിടിച്ച് അവർ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമാറുണ്ട്. അതൊരു അമാനുഷിക ശക്തി തന്നെയാണ്, അത്ഭുത പ്രതിഭാസം പറയാണ്ട വയ്യ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏതിലും ഇന്ന് രാവിലെ ഞാൻ ഇടയ്ക്ക് വിളിച്ചാൽ ചോദിക്കും, അല്ല ഇന്ന് എന്താ ഒരു മൂഡ് ഓഫ് മാതിരിയുള്ള വിളി. ഞാൻ ഇന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്നതെന്ന് പറയും. ആ ഡോക്ടർ വളരെ പോസിറ്റിവിറ്റിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ മകളുടെ ഡൈവേർഷൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ജയന. സത്യമായിട്ടും അവളൊരു ചെറിയ തോതിൽ 2 കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങിയെന്നുണ്ടെങ്കിലും അത് പിന്നെ അങ്ങോട്ടായി. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു പേര് കൊടുത്ത് പുനർജനി എന്നുള്ളൊരു സ്കൂൾ, ആ പേര് ജയനാണ് ഇട്ട് കൊടുത്തത്. ആ ജയനാണ് അതിന് വേണ്ട സർവ്വതും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തത്. നാരായണിയുടെ സ്കൂൾ ഇത്ര ഫ്ലറിഷ് ചെയ്യാനുള്ള നാരായ പേര് എന്ന് പറഞ്ഞതാണ്. എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആയിരിക്കാം, പക്ഷെ അല്ല, എന്നാലും ഞാൻ പറയുക, ആ ഒരു പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് വന്നത് തന്നെ പുനർജനനമാണത് അല്ലേ ശരിക്കും. അതായത് ആദ്യം തന്നെ അമ്മമാരെ പഠിപ്പിച്ച് ഇതാക്കി കൊണ്ടുവന്നിട്ട് അവർ പെർഫോം ചെയ്യണതും ഒക്കെ കണ്ട് അത് കഴിഞ്ഞ് ബേസിക് തുടങ്ങി, കുട്ടികളെ തുടങ്ങി, ഇഷ്ടമായിരിക്കും. അത് എത്ര ബാച്ചസിന് അവൾ അരങ്ങേറ്റം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തു. കാരണം ആദ്യം നമ്മൾ വിചാരിച്ച, കാരണം ഈ വിവാഹം കഴിച്ചിട്ട് ഒരുപാട് ഡാൻസ് ഒക്കെ പഠിച്ച സ്ത്രീകളുണ്ടാവും, വിവാഹത്തിന് ശേഷം അവരെ നിർത്തും, അവരെ വീണ്ടും തിരിച്ച് ആക്റ്റീവ് ആക്കുന്ന ഒരു പ്രവണതയാണ് ആദ്യത പുനർജനി എന്നുള്ള ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് ആ നാരായണീയൻ എൻ്റെ മകളെന്നെ പറയും, ജയരാജേട്ടൻ ഒരൊറ്റ ആൾ കാരണമാണ് അത് ഇത്ര ഇതായി വന്നതും. പിന്നെ അത് അന്ന് വേണ്ട സപ്പോർട്ടും അതിന് വേണ്ട മീഡിയയും പബ്ലിസിറ്റിയും എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ജയരാജേട്ടനാണ് എന്ന് എപ്പോഴും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ദേശാടനത്തിൻ്റെ കാര്യം. അപ്പോൾ ഒരു ഫോൾ അല്ലെങ്കിൽ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വരും, രാജേട്ടൻ്റെ അടുത്ത് വന്ന് ആ വയ്യാതെ കിടന്ന രാജേട്ടൻ്റെ ചിരിയുടെ ചേർന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ ഇരുന്നാൽ അറിയാതെ നീ പോയി അടുത്ത പടം ചെയ്യടാന്ന് പറഞ്ഞ ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഒരു വെല്ലുവിളിയായിട്ട് ദേശാടനം. നമ്മളെ പൈസ ഇല്ല എന്നാൽ ഒരു അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം, പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുകയാണ്. അത് ഭയങ്കര വിജയമാകുന്നു. അല്ല, അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ നീ കളിയാട്ടം ചെയ്തത്. അത് കഴിഞ്ഞ് ഫോർ ദ പീപ്പിളിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ഫോളിന് ശേഷമാണ് ഫോർ ദ പീപ്പിൾ. അപ്പോഴും ഞാൻ എറണാകുളത്ത് നിന്ന് രാജേട്ടനെ വിളിക്കും, ഗുരുജി എന്ത് ചെയ്യാം അവിടെ. നീ ഗുരുജി അപ്പം ഞാൻ വിളിച്ച് ചോദിക്കും, രാജുട്ട എന്ത് ചെയ്യും, ഇപ്പം ഒരു ആക്ടേഴ്സിൻ്റെ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല,
നീ നിനക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് ചെയ്യടാ. അങ്ങനെയാണ് ഫോർ ദ പീപ്പിൾ. കാരണം മുഴുവൻ ന്യൂ കമേഴ്സിനെ വെച്ചൊരു ആക്ഷൻ സിനിമ ആദ്യം ചെയ്യുകയാണ്. അപ്പം ഈ രാജുവേട്ടൻ്റെ ഓരോ ആ ധൈര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ സിനിമയും അല്ലെങ്കിൽ ഒരു ഐ ഓപ്പണറാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ധൈര്യം, ഇത് വയ്യാതെ കിടക്കുന്ന ഒരാളാണ് നമുക്ക് ആ ധൈര്യം തരുന്നുള്ളത് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോഴും കോഴിക്കോട് വന്നാൽ എനിക്ക് നേരെ ഇങ്ങോട്ട് വരും. കാരണം ഇവിടെ വന്നാൽ നമുക്ക് ഒന്നും തുടങ്ങുകയാണ്, വീണ്ടും ഒരു എനർജി വരികയാണ്. അത് നാരായണിൻ്റെ മകളും അതെ, അവളും പെരുന്നമാരി ഡാൻസ് പഠിച്ചു, ഇതായി അത്യാവശ്യം സിനിമ അഭിനയം, അവൾക്കും കലയും ഇതുമായിട്ടുള്ള ബന്ധം. നിരഞ്ജനിപ്പം അറിയപ്പെടുന്ന ഒരു താരമായി കഴിഞ്ഞു, താരമായി വരണു. ഏതായാലും ദൈവം സഹായിച്ചിട്ട് ഡാൻസിനും താല്പര്യമുണ്ട്. അവൾ സ്കൂളിൽ നന്നായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ മുഴുവൻ ഗണപതിയുടെ പ്രതിമകളും അല്ലെങ്കിൽ എല്ലാം ചേച്ചിക്ക് ചെടികളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അത് ഞങ്ങളുടെ രണ്ടുപേർക്കും ഗാർഡൻ ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ പണ്ട് തോട്ടപ്പണി എടുക്കുമ്പോൾ തന്നെ രാജുട്ടൻ പുറത്ത് വന്നിരിക്കും. രാജുട്ടനും ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. ഈ തൊട്ടടുത്തുള്ള PVS ഫ്ലാറ്റ്സിന്റെ മുകളിലുള്ള എല്ലാ കുടുംബങ്ങളും അസൂയോടെ നോക്കുന്ന വീട് ഈ കൊച്ചു വീടാണ്. പക്ഷെ ഇവിടെ ഈ പ്രദേശത്ത് കണ്ണുള്ളാണ്ടിരിക്കാനുള്ള വീട് അതെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പൊളിഞ്ഞ വീട് ഈ ഭൂലോകത്തുണ്ടാവില്ല. പക്ഷെ ആ പൂന്തോട്ടമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അല്ല ഞാൻ പറയുക, പഴയ കാലത്തുള്ള ഇത്ര പഴയ വീട് എവിടെയുള്ളത്? പഴയത് അതേപോലെ തന്നെ ഒരു ഭാഗം അടച്ചിട്ടാ ഇങ്ങനെ ചെതല ഏത് കൂടിയാ കേറാന്ന് അറിയില്ല. അതാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. അതിന് കിട്ടുന്നൊരു എന്താണ് നമുക്ക് വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം ഈ ചെടികളും അതെല്ലാരും പറയും ഇത് എന്തോട്ടാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പുറത്ത് വന്നിരുന്നാല് ചേച്ചിയുടെ വീട്ടിൽ വന്നിരുന്ന പുറത്തിരുന്നാൽ കിട്ടുന്ന സുഖം വേറെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടല്ലോ എന്ന് പറയും. ചേച്ചിയുടെ ഈ ഒരു സൗഹൃദം തേടി വരുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, കുറേ അധികം ഉണ്ട് എനിക്കറിയാം. അതിൽ സ്പെസിഫിക് ആയിട്ട് ചേച്ചിക്ക് അനുഗ്രഹമായിട്ട് വരുന്ന ആരൊക്കെയാണ്? കുറച്ച് പേരാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് ഒരു കാലത്ത് ആ മെഡിക്കൽ സ്റ്റുഡൻസ് ഈ പറഞ്ഞ മാതിരിയാണ്. അവർ കയ്യൊപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അതിന് പറ്റിയ ഒരാളുണ്ട് എന്നും പറഞ്ഞിട്ട് ഡോക്ടർ സുരേഷ് സജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെയും എല്ലാം സജസ്റ്റ് ചെയ്യാൻ മുല്ലശ്ശേരിക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കുട്ടികളൊക്കെ കൂടി ഇവിടെ വരുന്നത്. പിന്നെ ആ കുട്ടികൾ 10 കൊല്ലം പറഞ്ഞ മാതിരി മെഡിസിൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അവരുടെ പഠിത്തം കഴിഞ്ഞു. ഈ കയ്യൊപ്പ് പ്രോഗ്രാം കഴിഞ്ഞോട് കൂടിയിട്ട് ഇവരെല്ലാവരും, എനിക്കൊരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പോഴും വരും. ഇപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമായി സെറ്റിൽഡായി. എല്ലാവരും ഇപ്പം എല്ലാവരും കൂടി ഒരു 8 ആൾ ഒന്നിച്ചത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച വന്നിരുന്നു, ഒക്കെ സെറ്റിൽഡായി. പിന്നെ നമ്മുടെ ശബ്നം പോലെയുള്ള സുഹൃത്തുക്കളില്ലേ? ഒരുപാട് പേരുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയാൻ. ശബ്നം ശരിക്കും ചേച്ചിക്ക് വലിയൊരു താങ്ങല്ലേ? ശബ്നമാണ്. പിന്നെ വേറൊരാളെന്ന് വെച്ചാൽ നമ്മുടെ മോളുടെ കല്യാണ സമയത്ത് കംപ്ലീറ്റ് കേറ്ററിംഗും ഒക്കെ, ഫസ്റ്റ് കേറ്ററിംഗ് ഔട്ട്സൈഡ് പാരഗൺ റെസ്റ്റോറൻറ്റിന്റെ സുമേഷിന്റെ ഫസ്റ്റ് പുറത്തുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് കാണുന്ന ലോകം മുഴുവൻ അറിയുന്ന പാരഗൺ. ആ പാരഗണിന്റെ ഫസ്റ്റ് തുടക്കം നാരായണിയുടെ കല്യാണത്തിന്റെ സമയത്താണ്. അവൻ ഇവിടെ വന്ന് ഒരു ഇതൊക്കെ തുടങ്ങിയിട്ട് ചെറിയൊരു നമ്മൾ ഇവിടുത്തെ കോണ്ടാക്റ്റിലുണ്ട്. അയ്യോ സുമേഷുണ്ട്. സുമേഷിന്റെ വൈഫ് ഞാൻ അത്രയും അറ്റാച്ച്ഡ് ആണ്. വളരെ ഇതാണ് എല്ലാം കൊണ്ട് തന്നെ. അന്നേ പറയല്ലോ അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് സുമേഷ് ഒരു 35,000 രൂപയുടെ ബില്ല് കൊടുത്തു. എവിടെ നിന്നാണോ 35,000 രൂപ ഞാൻ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി ചേച്ചി ഇവിടെ വന്നിട്ട് പരിചയപ്പെടുത്തല്ലേ, രാജുവേട്ടനെ പരിചയപ്പെടാ, ഇവൻ എന്തെങ്കിലും കൊടുക്കടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജോണി വാക്കറിൽ ഞാനും രഞ്ജിയും കൂടെ പോയി വിളിച്ചോണ്ട് പുത്തഞ്ചേരി അതല്ലേ രാജുവേട്ടന് ആദ്യമേ ചോദിക്കുമല്ലോ, എന്നാടാ ഗിരീഷെ ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി എന്ന് ഞാനൊന്ന് സ്ക്രീനിൽ കാണുക, എപ്പോഴാണ് കാണുകയെന്ന് രാജുവേട്ടൻ തന്നെ ചോദിക്കുന്നത്. ഒക്കെ കാണുമ്പോൾ കാണട്ടെ എന്നും പറയും. അങ്ങനെ ആയിട്ടാണ് ഇത് കാണാൻ തുടങ്ങുന്നത്. പിന്നീട് ഗിരീഷ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറി. അതും ഇവിടുന്നാണ് അല്ലേ? ഇപ്പം ഞാനും എൻ്റെ തുടക്കകാലം ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഫ്ലറിഷ് ചെയ്ത്. വിദ്യാരംഭമായിരുന്നില്ല ആദ്യത്തെ സിനിമ അല്ലേ? അതെ. പിന്നെ രഞ്ജിയുടെയും ഒരു പക്ഷേ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്സ് ഒക്കെ ഇവിടെ നിന്നാണ്. രഞ്ജിയുടെ ഒരു ആദ്യകാലം കഴിഞ്ഞ് ദേവാസുരമാണ് ശരിക്കും രഞ്ജിയെ ഒരു ബ്രേക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ദേവാസുരം കണ്ടിട്ട് രാജുവേട്ടൻ എന്ത് പറഞ്ഞു? അതല്ലേ വിളിച്ചപ്പം മോഹൻലാൽ വിളിച്ചപ്പോൾ ഞാൻ ഇതിൽ മോശം, നീ നിന്നെ നന്നാക്കി എന്നല്ലേ പറഞ്ഞത്. രഞ്ജിയോട് എന്ത് പറഞ്ഞു? രഞ്ജിയോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. രണ്ടാം ഭാഗം രാജുവേട്ടൻ കണ്ടോ? രാവണപ്രഭു കണ്ടു. പിന്നെ രാവണപ്രഭുവും കണ്ടു. രാവണപ്രഭുവിന്റെ കഴിഞ്ഞതിന് ശേഷമല്ലേ? ശരിയാ, രാവണപ്രഭു കണ്ടു. രേവതി ചേച്ചിയുടെ മുഖമായിട്ട് നല്ല സാമ്യമാണ്. എൻ്റെ കസിനാണല്ലോ അവള്. രേവതിയുടെ അച്ഛനും എൻ്റെ അമ്മയുടെ അച്ഛനും ബ്രദേഴ്സ്, ഡയറക്റ്റ് ബ്രദേഴ്സ് ആണ്.
ചേച്ചിയുടെ ആ പൊട്ട് ചേച്ചിയുടെ ഏറ്റവും പ്രസിദ്ധ ആ പൊട്ടാണ്. വലിയ പൊട്ട്. ഇപ്പോൾ രാജേട്ടൻ മരിച്ചതിന് ശേഷം ആ പൊട്ട് ചേച്ചി പോയി. ആ പൊട്ട് ഗിരീഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഗിരീഷ് എപ്പോഴും പറയും ഞാൻ ചേച്ചിയുടെ പൊട്ട് എഴുതും, പൊട്ടിനെ പറ്റി എഴുതും എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് രാവണപ്രഭുവില് അവർ ആ പൊട്ടിനെ പറ്റിയിട്ട് എഴുതിയത്. അതൊരു ഭയങ്കര ഒരു ഫീലാണ് ആ 2 സിനിമകൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. പാട്ടുമാണ് കേട്ടോ. അയ്യോ, ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കൂടി വന്ന ഏത് പാട്ടാണ് നന്നാവാത്തത്? അതെ, സത്യം. ഇപ്പം ഈ മേഫിലിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. രാജേട്ടൻ കിടക്കുന്നു, ചേച്ചി പിന്നിലിരിക്കുന്നു, ആ വലിയ പൊട്ടൊക്കെ വെച്ചിട്ട്. അതാണ് ഇതിന്റെ ശരിക്കും ഒരു കോമ്പോസിഷൻ എന്ന് പറയാൻ വേണ്ടി. അതാണ്. അല്ല, അത് പിന്നെ ഈ വീട്ടിൽ വന്ന കാണുന്ന കാഴ്ച, ആര് വന്നാലും കാണുന്ന കാഴ്ചയാണ്. രാജേട്ടനോട് കിടക്കണ അതിന് പിന്നെ ഞാനിരിക്കുന്നു. അതാണല്ലോ സ്ഥിരം ഇവിടുത്തെ. ഈ ഗണപതിയോടുള്ള ഇഷ്ടമൊക്കെ ചേച്ചിക്ക് എപ്പോൾ തുടങ്ങിയത്? ഇത് ഞാൻ വെറുതെ 4 വെച്ചതാ. അതിന്റെ മുകളിൽ നിന്ന് പെരുകാൻ തുടങ്ങി. ഒരൊറ്റ ഗണപതി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. ഗണപതിയെ മോഷ്ടിച്ചുകൊണ്ട് വെക്കണം. അതല്ലേ രഞ്ജി പണ്ട് പറഞ്ഞത്. ആ ചേച്ചി ഞാൻ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ആ ജയറാജ് അതൊക്കെ എടുത്ത് വിക്കൂട്ടോത്. അല്ല, നീ ചേച്ചി പോകുമ്പോൾ ഗണപതിയൊക്കെ സൂക്ഷിച്ചോളുണ്ട് കേട്ടോ. ചേച്ചി അവൻ്റെ കയ്യിൽ താക്കോല് കൊടുത്ത സ്ഥിതിക്ക് അവൻ ആ സർവ്വ തളി അമ്പലത്തിന്റെ ആ കുളത്തിന്റെ അവിടെ കൊണ്ട് വിൽക്കും ചെയ്യുന്നു. ഈ തളി ചേച്ചിക്ക് ഭയങ്കര പ്രിയപ്പെട്ട. എത്ര രാവിലെ പോവും അല്ലേ? പക്ഷെ രാജോട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ ഡെയിലി പോക്ക് തുടങ്ങിയിട്ടുള്ളൂ. മറ്റെനിക്ക് അമ്പലപ്പോക്കില്ല. അമ്പലപ്പോക്ക് എനിക്ക് പറ്റില്ല. കാരണം എന്തിനാ അമ്പലത്തിൽ പോകണം? ഇവിടെ ഇല്ല, ഇവിടെ ഉള്ള ദൈവന്മാരെ വിളിച്ചാൽ മതി എന്നേ രാജോട്ടൻ പറയുള്ളൂ. അവരവരെ കർമ്മങ്ങൾ വിടുത്തിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പൂട്ടിയിട്ടിട്ട് പോണ്ടേ, നടക്കില്ലല്ലോ. ഇപ്പോഴും അടുത്ത് തന്നെ ഉണ്ട് ഇല്ല? രാവിലത്തെ ആ റൊട്ടീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ജനല് തുറന്ന് രാജവട്ടിരിക്കുന്നതും പുറത്തിരിക്കലും അവർ സിഗരറ്റ് ഇങ്ങനെ വലിച്ച്. നേരമില്ല, സമയമില്ല, വേറൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. 10 മണി തൊട്ട് ആൾക്കാർ വന്നു. 10 മണി മുതൽ 11 മണി ഒക്കെ ആൾക്കാർ തുടങ്ങും. ശരിയാണ്. അല്ല, രാത്രി വാതിൽ അടക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവാറില്ല ചിലപ്പോൾ. ഈ ആന്റിക്സിനോടുള്ള ഇഷ്ടം എങ്ങനെയാ ചേച്ചിക്ക്? ഇത്രയും ആന്റിക്സ് ഇങ്ങനെ വീടുണ്ടാകും. ആന്റിക്സിന്റെ അത് ശരിക്ക് രാജുവിൻ്റെ ഒരു ഫ്രണ്ട് വഴിക്ക് വന്നതാണ് ആന്റിക്സ്. പക്ഷെ അത് അത്യാവശ്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യക്കാർ വന്നിട്ട് അവർ ചോദിച്ചു പോയാൽ ഞങ്ങൾ ചെറിയൊരു കമ്മീഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പം അതൊരു ഇൻകമായി ഞങ്ങൾക്ക് എന്ത് ഇൻകമാണ് ഉള്ളത്? വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മകള്, ഒരു ഭാര്യ, എങ്ങനെ ജീവിക്കും? ഇൻകം ഇല്ല. അത്ഭുതമാണ് അത്രയും കാലം എങ്ങനെ ജീവിച്ചു. എനിക്കറിഞ്ഞൂടാ, എനിക്കിപ്പോഴും അത്ഭുതമാണ് ഞങ്ങൾ എങ്ങനെ. ദാസേട്ടൻ കുറെ കാലം മദ്രാസ് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരു 1.5 വർഷം അവിടെയായിരുന്നു. അത് രാജേട്ടനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ. ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു അല്ലേ? അതാ അന്ന് രാജേട്ടന് ആദ്യം മനസ്സുണ്ടായിരുന്നു. രാജേട്ടൻ പറഞ്ഞു നമുക്ക് പോവാം, മദ്രാസിൽ പോയിട്ട് മാഗ്നറ്റോ തെറാപ്പി ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞു വേണ്ട ദാസപ്പ, ഞാൻ ഇല്ല. അല്ല, നോക്കാം നമുക്ക് എന്ന്. പിന്നെ രാജേട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് അവർക്ക് ഭാര്യയും മക്കൾക്കൊക്കെ എന്താ തോന്നുകയെന്ന് അറിയില്ല, എൻ്റെ അവിടെ കൊണ്ട് താമസിപ്പിച്ചാലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വരവിന് ദാസേട്ടൻ വരുമ്പോൾ പ്രഭ ചേച്ചീനെയും കുട്ടികളെയൊക്കെ കൊണ്ടാണ് വന്നത്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെയാണിത് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൂട്ടി വർത്തമാനം പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രഭ ചേച്ചി തന്നെയാണ് പറഞ്ഞത്, ഒന്നുമില്ല രാജേട്ടാ, അങ്ങോട്ട് വരൂ, ഞങ്ങൾക്ക് ഒരു കൊല്ലം നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങളങ്ങോട്ട്. എന്തിനാ? അപ്പം ഞാൻ ചോദിച്ചു ദാസേട്ടാ വേണ്ട, എന്തിനാ രാജേട്ടനത്? എന്താ ബേബി പറയണത്? എൻ്റെ അനിയനോ ഏട്ടനോ വന്നാൽ ഞാൻ നോക്കില്ലേ? അതുപോലെയല്ലേ ഉള്ളൂ അവനും എനിക്ക്. ഞാൻ പറയും എന്നും എൻ്റെ ചെവിയിൽ വന്ന ശബ്ദമാണ്. എന്നും ഞാൻ എൻ്റെ അനിയനോ ഏട്ടനോ വന്നാൽ ഞാൻ നോക്കില്ലേ? അതുപോലെ ഉള്ളൂ എനിക്ക് അവനും. നിങ്ങൾ വാ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളവിടെ പോയത്. രാജുവേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസേട്ടൻ്റെ പാട്ട് ഏതായിരുന്നു? അതങ്ങനെ ചോദിച്ചപ്പോൾ പക്ഷെ താമസം എന്തേ വരുവാൻ മറക്കില്ല രാജുവേട്ടൻ. അതിൻ്റെ റെക്കോർഡിങ്ങിന് ഫുൾ രാജുവേട്ടൻ ദാസേട്ടൻ്റെ കൂടെ 10 ടേക്കോ മറ്റേ എടുത്തിരിക്കുന്ന പാട്ട്. അതെനിക്ക് ഓർമ്മയില്ല, എവിടുന്ന കമ്പോസിംഗ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പാട്ട് 10 ടേക്കാ, ഒന്നിന് ഒന്ന് മെച്ചമായിരുന്നു. അത്ര 10 അന്നൊക്കെ ഫുൾ ടേക്ക് ആണല്ലോ തുടക്കം തൊട്ട്. പിന്നെ ഒന്നിന് ഒന്ന് മെച്ചമായിരുന്ന പാട്ട്. എന്ത് രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷേ എന്ന് പറയും കരടില്ലാത്ത ശബ്ദം കേൾക്കണമെങ്കിൽ അതന്നെ വേണമെന്ന്. രാജുവേട്ടൻ മരിച്ചതിന് ശേഷം ദാസേട്ടൻ എല്ലാ വരവിലൂടെ വരുമല്ലോ, വന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് അല്ലേ? പ്രോഗ്രാം ദാസേട്ടൻ വരാതെ ഇരിക്കില്ല. 10 മിനിറ്റേ ഉള്ളൂ വെച്ചാൽ 1 മിനിറ്റ് ഒന്ന് വന്നിട്ട് പോവും. ചേച്ചിക്ക് അതൊരു വലിയൊരു എനർജി അല്ലേ എപ്പോഴും? പിന്നെ എനിക്കിവിടെ ആര് വരണതും എനർജിയാണ്. രാജുവിൻ്റെ സുഹൃത്തുക്കൾ ആര് വന്നാലും എനർജിയാണ്. രാജുവിനെ സംബന്ധിച്ചിടത്തോളം അതെ, വന്നാൽ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ സുജുവിൻ്റെ ഫാമിലി ആയിട്ട് അധികം അടുത്തത് ദാസേട്ടൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതാണ്. അന്ന് സുജു പ്രഗ്നൻറ്റാണ് ശ്വേതേന്. അതിനുശേഷം ആ ഫാമിലി ആയിട്ടും ഞങ്ങൾ വളരെ അടുത്തു.
അത് ഇപ്പോഴും കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ശ്വേതയാണെങ്കിലും ശരി, ദേവി ചേച്ചിയാണെങ്കിലും ശരി, ആ ഫാമിലി ഇവിടെ ഒരിക്കൽ വന്നാൽ പിന്നെ ഒരു മാഗ്നറ്റിക് അവരെല്ലാവരായിട്ടും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങൾ ഇല്ലാതിരിക്കില്ല. ഒരു എന്താണ് സംഗീതം എങ്ങനെ നമ്മൾ കൂട്ടിയിണക്കുന്നു ഏറ്റവും വലിയ തെളിവ്. അതായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അല്ല, ഇതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് നടക്കുന്നതാണ്, നമ്മുടെ കഴിവൊന്നുമല്ല. ചിരിക്കാൻ കഴിയുന്ന ആ മോളത്തെ ആളുടെ ഒരൊറ്റ അനുഗ്രഹമാണ്, വേറെ ഒന്നുമല്ല. എല്ലാം ഞാൻ എന്നും വിചാരിക്കും, ഇനിയിപ്പോൾ അഥവാ വല്ല സങ്കടവും വന്നാലും അത് ആലോചിച്ചാൽ മതി, വേറെ എന്തോ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ചേച്ചിക്ക് ഇങ്ങനെ അസുഖം വന്ന സമയത്ത് ഒരുപാട് അസുഖമുള്ളവർ അവരുടെ വേദനയായിട്ട് ഇവിടെ വരികയും ചേച്ചിയുടെ എത്ര പേർക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൺസോൾ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് എന്നറിയോ? ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈ വേർപിരിയാൻ അല്ലെ വേർപിരിഞ്ഞ ബന്ധങ്ങൾ പോലും രാജുവേട്ടൻ്റെ സാന്നിധ്യത്തിൽ അത് കൂട്ടിയിണക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് രാജുവേട്ടൻ്റെ ഒരു കൗൺസിലിംഗ് ആണോ? അത് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതൊരു ശക്തിയാണത്. പറഞ്ഞ മാതിരി പാട്ട് എന്ന് പറയുന്നത് ഇരുമ്പും കാന്തവും മാതിരിയാണ് എന്നുള്ള മാതിരിയാണ് പാട്ടും മുല്ലശ്ശേരി എന്നുള്ള ബന്ധം. ഞാൻ ഈ സിനിമയിലെ മെഹഫിൽ അത് പറയുന്നുണ്ട്, ഒരു സന്ധ്യയ്ക്ക് മാത്രമുള്ള കഥ നടക്കുന്നുള്ളൂ. അത് ഇതുപോലെയുള്ള പലരും വന്നു ചേരുന്നു ഒരു സന്ധ്യയ്ക്ക്. വന്നിട്ട് അവർ പിരിയുമ്പോൾ പലതും തകർന്നു പോകുന്നു വിചാരിച്ച് പലതും കൂടിച്ചേരുന്നു. അങ്ങനെ അല്ലെങ്കിൽ പുതിയ 2 സിനിമകളുണ്ടാകുന്നു. ഇപ്പം എൻ്റെ ജോണി വാക്കറും രഞ്ജിയുടെ ദേവാസുരം പോലെ 2 ആശയങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സന്ധ്യയാണ്. അതൊക്കെ ഈ സമയത്താണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളത്. ആ സമയത്താണ് നാരായണിയുടെ കല്യാണം വരുന്നത്. ആ കല്യാണം നമ്മൾ ആഘോഷമാക്കിയത് അല്ലേ? ആ സമയം അതെല്ലാം ഓരോന്ന് ദൈവം സഹായിച്ച് നല്ലൊരു കുട്ടീനെ നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടി. നാരായണിയുടെ ഭർത്താവായിട്ട് നല്ലൊരു പയ്യനെ കിട്ടി നമുക്ക്. അവൻ്റെ അനുഗ്രഹം, അവൻ്റെത്, അതും ദൈവാധീനമല്ലേ? മകളും അവനും അനൂപ് വന്നതും ഈ പറഞ്ഞ പോലെ സംഗീതമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അനൂപ് വന്നത് ഇവിടെ ഒരു ആന്റിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാ. അത് രാജുവിൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ അവൾ സന്ധ്യസമയം ഈ പറഞ്ഞ മാതിരി അവളെയൊക്കെ കൂടി കണ്ടിട്ട് ഇതാക്കി. അപ്പം നാരായണി അപ്പോഴേ പറഞ്ഞതാ, എൻ്റെ അമ്മ നോക്കണ മാതിരി ഭർത്താവിനെ നോക്കുന്നുള്ള മനസ്സിലൊന്നും വിചാരമൊന്നും വിചാരിച്ചിട്ട് പിന്നെ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ നോക്കില്ല എന്നല്ല, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റും തോന്നണില്ല കേട്ടോ എന്ന്. അതുപോലെ ഹബീബിന്റെ തുടക്കേ ഇവിടുന്ന. ഹബീബ് ഒരു എനിക്കൊന്ന് ചെറിയ കുട്ടി എന്ന് പറയാം. അവൻ അല്ലെ ചെറിയ കുട്ടി തന്നെ. അവനൊരു സൈക്കിളുമായിട്ട് ഇങ്ങനെ താല്പര്യമുണ്ട് ഈ ഡ്രിഫ്റ്റ് വുഡ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനും അല്ല ആന്റിക്സിനോടൊക്കെ താല്പര്യം. അപ്പൊ രാജുവേട്ടൻ ആ കസേരയില് പുറത്ത് ഇരിക്കുമ്പോഴാണ് അവൻ ഈ പിന്നെ സൈക്കിളും പിടിച്ചിട്ട് അതിന്റെ പിന്നാലെ ഒരു മട്ടലും എന്തെങ്കിലും ഉണ്ടാവും, ആ കമ്പിയും കുടിച്ചിങ്ങനെ. അപ്പൊ ചോദിച്ചത് എവിടേക്കാ ഈ വിറകായിട്ട് പോണെന്ന് ചോദിക്കും. അങ്ങനെ അവൻ ഉണ്ടാക്കിക്കൊണ്ട് അവൻ്റെ ഫസ്റ്റ് സെയിലും ഇവിടുന്ന ഈ ആന്റിക്സിന്റെ ഡ്രിഫ്റ്റ് വുഡിന്റെ ഒരു ഫ്ലവർ വാസ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കിക്കൊണ്ടത്. ഇത് വിൽക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഏട്ടനും സിസ്റ്ററിനെല്ലാം കൂടിയിട്ട് വരുന്നത്, ഏടത്തിയമ്മയും കൂടിയിട്ട് വരുന്നത്. അപ്പോൾ ചോദിച്ചു, നല്ല ഭംഗിയുണ്ടല്ലോ ബേബി ചേച്ചി എന്ന് പറഞ്ഞു. അവനിത് ഏടത്തിയമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം ഹബീബിനോട് ചോദിച്ചു, ഹബീബ് ഇത് വിൽക്കുമെന്ന് ചോദിച്ചു. ആ വിൽക്കുന്നുണ്ട്. എന്താ വില എന്ന് ചോദിച്ചു. 500 റുപ്യക്ക് കച്ചവടമാക്കാന്ന്. ഫസ്റ്റ് അവൻ്റെ സെയില്, ജീവിതത്തിൽ അവൻ്റെ ഫസ്റ്റ് സെയിൽ ഇവിടുന്ന. അത് കഴിഞ്ഞ് മോഹൻലാൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവൻ്റെ ഡ്രിഫ്റ്റ് വുഡ് മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അല്ല അവൻ രക്ഷപ്പെട്ടല്ലോ. ശ്രീനിവാസന്റെ അധ്വാനിക്കും. ശ്രീനിയുടെ വീടിന്റെ ഇന്റീരിയർ ആണ് ചെയ്തത്. ഷാജി കൈലാസ് പിന്നെ കുറേയധികം റിസോർട്ടുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അവൻ്റെ ഹബീബ്സ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമില് നന്നായിട്ട് ആന്റിക്സ് ഒക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടുന്നാണ് തുടക്കം. പാരഗൺ ഇവിടുന്നാണ് തുടങ്ങുന്നത്, ഹബീബ് ഇവിടുന്നാണ് തുടങ്ങുന്നത്. പാരഗൺ ബേക്കറി പണ്ടേ ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം സുമേഷിന്റെ ബിഗിനിങ്ങും അവരുടെ പുറമത്തെ ഔട്ടർ കേറ്ററിങ്ങും ഒക്കെ തുടങ്ങിയത് അതൊന്നും പറയൂ കേട്ടോ. ലിജു വരുമ്പോൾ എപ്പോഴും പറയും അത്. ഇപ്പം എൻ്റെ നല്ല തുടക്കം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുന്നത്, രഞ്ജിക്ക് ബ്രേക്ക് കിട്ടുന്നത്, ഗിരീഷ് പുതഞ്ചേരിക്ക് എല്ലാം ഈ ഒരു സൗഹൃദ സന്ധ്യയിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ അനുഗ്രഹമാണ് അതൊക്കെ. അത്രയേ ഉള്ളൂ. ദൈവം തരണ ഇത് ഇത്രയേ ഉള്ളൂ. അത് വാങ്ങുക, നല്ലതായാലും ചീത്തയായാലും വാങ്ങുക. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കില്ല ഒന്നും വരുത്തരുതേ എന്ന്. അത് വരുത്തരുതേ, അത് വേണം, ഒന്നും വേണ്ട, എന്താ വെച്ചാൽ തന്നോട്ടെ. തന്നിട്ടത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും താങ്ങാനുള്ള കെൽപ്പ് തന്നാൽ മതി എന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അത് മതി, എന്ത് തന്നാലും. നിരഞ്ജനയുടെ സിനിമകളൊക്കെ ചേച്ചി കാണാം. എല്ലാം കണ്ടിട്ടില്ല, ഒരുമാതിരി എല്ലാം കാണാറുണ്ട്. കാണാൻ ചാൻസ് കിട്ടുന്നതൊക്കെ കാണാറുണ്ട്. ചേച്ചിയുടെ ആ ഒരു അതേ ഫീൽഡില് ലൈഫിനെ കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്.
അവളുടെ ടേസ്റ്റ് എങ്ങനെയാണ്? ആൻറ്റിക്സിനോടും അല്ലെങ്കിൽ നമ്മളെ കൾച്ചറിനോടൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് കൾച്ചറൊക്കെ ഭയങ്കര അവളെ കണി ഒരുക്കി ഒരു ഫോട്ടോഗ്രാഫി ദൈവവിശ്വാസിയാണ്. അത് പിന്നെ ആ കുടുംബത്തിന് ഭയങ്കര ഡെഡിക്കേഷൻ അവളുടെ ഡാൻസ് കോമ്പോ. അവ ഈ കഴിഞ്ഞ അവളുടെ അരങ്ങേറ്റം കുട്ടികളെല്ലാം കണ്ടിരുന്നു. ഭയങ്കര രസമായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അവളൊരു ഡോക്ടറേറ്റ് എടുക്കണം. പുനർജനിയുടെ സെറ്റപ്പ് തന്നെ ജയൻ കാരണമാണ് അതങ്ങനെ വന്ന് കിട്ടിയത്. അതേതായാലും ഒരുമാതിരി നന്നായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇനി അവളും നിരഞ്ജനയും നന്നായിട്ട് കൊണ്ട് നടക്കും. അവൾക്കും ഡാൻസിനും നല്ല താല്പര്യമുണ്ട്. പക്ഷെ അവൾക്ക് കൂടുതൽ പാഷൻ കാണുന്നത് ഇപ്പം അഭിനയത്തിനാണ്. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ നാരായണി വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഡാൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഫുള്ളി നന്നായിട്ട്. അല്ല, നിരഞ്ജന നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ചോദിച്ചു എന്തുകൊണ്ട് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഇട്ടുകൂടെ. അവൾക്ക് എന്താ അറിയോ, അവൾക്ക് ഒരു അസിസ്റ്റന്റിനെ വെക്കാൻ താല്പര്യമില്ല. അവൾ പറഞ്ഞ മാതിരി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് എൻ്റെ ഇതിൽ മതി, എനിക്ക് ഇത്രയൊക്കെ കുട്ടികൾ മതി, അത് ഞാൻ പഠിപ്പിക്കും. പിന്നെ നിരഞ്ജന പഠിപ്പിക്കുന്നത് മതി, നാരായണിയെക്കാട്ടിലും മതി. അവളും പിന്നെ പറഞ്ഞ മാതിരി ഡിപ്ലോമ കുച്ചിപ്പുടിയിൽ എടുത്തു. ഇപ്പം ഭരതനാട്യം അശ്വതിയും ശ്രീകാന്തിൻ്റെ അടുത്ത് പഠിക്കണു. ഇനിയിപ്പോൾ അവളുടെ അത് അരങ്ങേറ്റം കഴിഞ്ഞ് അവൾക്കും അതിലും ഡിപ്ലോമ എന്താ അവൾ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, എന്താ ചെയ്യട്ടെ, ഇഷ്ടപ്രകാരം. കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുക, അത്രയേ ഉള്ളൂ. ചേച്ചിക്ക് സാധാരണ ഇപ്പോഴത്തെ പുതിയ സമൂഹം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചേച്ചി പറഞ്ഞ അതേ പ്രശ്നമാണ്. കാരണം കുട്ടികളെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ കുട്ടികൾ ഏത് രീതിയിൽ അവരെ വലുതാക്കണം എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ചിന്താക്കുഴപ്പമോ എല്ലാവരുടെയും മാതാപിതാക്കളുടെ മനസ്സിലുണ്ട് അല്ലേ? ചേച്ചിക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് സജഷൻസ് ഉണ്ടോ? അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ട്രഡീഷണൽ ഇതിലേക്ക് നമ്മൾ നീങ്ങും. പിന്നെ ഞാൻ ഒരു പരിധി വരെ ഞാൻ പറയാം കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുക നല്ലത് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതാ. കാരണം ഇപ്പം ഒരു കല്യാണം വേണോ വേണ്ടയോ കുട്ടികളോട് ചോദിക്കുക. ഞാൻ നിരഞ്ജനയോട് ചോദിച്ചത്, നിരഞ്ജനയ്ക്ക് ഇപ്പം മാരി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, നോട്ട് നൗ അമ്മമ്മ എന്ന് പറഞ്ഞു. വേണ്ട. അപ്പം നാരായണിയോട് ഞാൻ പറഞ്ഞു അവൾക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കണം തോന്നുകയാണെങ്കിൽ കഴിക്കട്ടെ. ഇനിയിപ്പോൾ അതിലിടയ്ക്ക് വല്ലൊരു ഇഷ്ടാവ് എന്തെങ്കിലും ആണെങ്കിൽ, പക്ഷെ അവർക്കൊക്കെ വേണ്ട ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും വന്ന് പറയാനുള്ളത് അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ അവർ നേരിട്ട് പറയും. ഫ്രീഡം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അച്ഛനും അമ്മേനെയും ശരിക്കും ഈ പറഞ്ഞ മാതിരി അവരുടെ എന്തും ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു ഇതാക്കിയിട്ട് വെക്കും. അതാണ് നമ്മളിവിടെ കണ്ട രാജുവേട്ടൻ്റെയും ചേച്ചിയുടെയും ഒരു. അല്ല, അത് വേണം, അത് ആർക്കായാലും വേണം. അത് മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന. അല്ല, അത് ഓപ്പൺ അപ്പ് ചെയ്യണം കുട്ടികൾ. എന്നാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നേരെ വന്ന് പറയും. പിന്നെ ആ ഫ്രീഡം അനൂപും നാരായണിയും കൊടുത്തിട്ടുണ്ട് അവൾക്ക്. പിന്നെ എൻ്റെ പില്ലേഴ്സാണ് അവർ രണ്ടുപേരും, അച്ഛനും അമ്മയാണ് എൻ്റെ പില്ലേഴ്സ് എന്ന് പറയും. അത് അവൾ എപ്പോഴും പറയാറുള്ളത്. കുട്ടികൾ നമ്മളെ ട്രഡീഷണൽ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുന്നതാണോ പഠിക്കാത്ത? ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്താണ്? എനിക്ക് കലയൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടോ അതിനെ പോഷിപ്പിക്കുക. എന്തിലാണോ അവർക്ക് താല്പര്യം വെച്ചാൽ അത് ഒന്നും നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് എന്താ ഇഷ്ടച്ചാൽ അത് പ്രകാരം ജീവിക്കണം, അതാ വേണ്ടത്. അതാ ഞാൻ സംഗീതം ഇത്രമാത്രം നമ്മുടെ ഒരു കുടുംബവും അല്ല നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറേ ആൾക്കാരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് അല്ലേ ഉണ്ട്. അപ്പം ആ മ്യൂസിക്കിന് ഒരു വല്ലാത്തൊരു കണക്റ്റിംഗ് ഫാക്ടർ ഇല്ല പാട്ടിന് എന്തായാലും ഉണ്ട്. അത് ഇപ്പോൾ ദാസേട്ടനും രാജുവേട്ടനും തമ്മിലുള്ള സൗഹൃദം പാട്ടിലൂടെയാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വല്ലാത്തൊരു ബൈൻഡിങ് അല്ലേ എവിടേക്കോ. ഇപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്നൊരു പാട്ട് പാടാനുള്ളൊരു മൊമെൻ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ രഞ്ജി വരുമ്പോഴും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന കാലത്തൊക്കെ ഒന്നിച്ചിരുന്ന് രാത്രിയിൽ കുറച്ച് പാട് എന്നുള്ള ഇതാണ്. അതൊരു വല്ലാത്തൊരു മിസ്സിങ് എന്ന് പറയുന്നത് രാജുവേട്ടൻ്റെ പ്രസൻസ് ആണെങ്കിലും ചേച്ചി ആ ചിരിയിലൂടെ അത് അല്ല, രാജുവേട്ടൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞ പ്രസൻസ് മിസ്സിങ് ഉണ്ട്. രാജുവേട്ടൻ ഇല്ലാത്തത് ആലോചിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇന്നത്തെ തീയതി വരെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീട്ടിലാണെങ്കിൽ ഒട്ടുമില്ല. കാരണം ഇവിടെ വീട്ടിലോട്ട് കയറുമ്പോഴേ രാവിലെ ചേച്ചി ഒരു 4:30-5 മണിക്ക് ലീല ചേച്ചിയുടെ ഗുരുവായൂരമ്പലത്തിൽ കേൾക്കുന്ന പോലെ തന്നെയുള്ള നാരായണീയ എപ്പോഴും ഇങ്ങനെ ഒരു പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പാട്ട് കേൾക്കാം ഇവിടെ വന്നാൽ. പിന്നെ ചുറ്റും കാണുന്നത് ആൻറ്റിക്സും. അല്ല, നമ്മൾ അങ്ങനെ ശീലമായി പോയതുകൊണ്ടാണത്. പിന്നെ അത് എൻ്റെ നിരഞ്ജനയ്ക്കും അത് വളരെ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ട്രഡീഷണൽ എല്ലാ കാര്യങ്ങളും രാവിലെ ആയി എണീറ്റു, അതായി ഇപ്പോൾ കർക്കിടക മാസമായി ശിവോതി വെക്കൽ, അതൊക്കെ അവൾക്കും വളരെ നിർബന്ധമാണ്. അമ്പലങ്ങൾ നിർബന്ധമാണ്.
പിന്നെ ഫാസ്റ്റ് എന്നൊക്കെയാണ് പച്ചക്കറി വെജിറ്റേറിയൻ ആവേണ്ട ദിവസങ്ങൾ, അതെല്ലാം അവൾ ശരിക്കും ഫോളോ ചെയ്യുന്ന ഒരാളാണ് അവൾ. അല്ല, അത് കുറച്ച് പഠിപ്പിച്ചതാണ്, കുറേയൊക്കെ പഠിച്ചതുമാണ്. ചേച്ചി പഠിച്ചത് മുഴുവൻ രാജുവേട്ടനിൽ നിന്നല്ലേ? ഞാനോ? ഒന്നുമല്ല, എല്ലാ രാജുവേട്ടനിൽ നിന്നൊന്നുമല്ല പഠിച്ചത്. ശരിക്കും ചേച്ചി ചിരിക്കാൻ പഠിച്ചായിരുന്നു? ജീവിക്കാൻ പഠിച്ചതല്ല, സ്നേഹിക്കാൻ പഠിച്ചത് രാജുവേട്ടനിൽ നിന്നാണ്. ഞങ്ങളുടെ ഒരു പറഞ്ഞ മാതിരി ഒരു ഇതായിട്ടുള്ള കുടുംബമല്ലേ, അച്ഛൻ അമ്മ 4 മക്കള്, അത് അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു പോയിരുന്നത്. അതല്ല, ഇവിടെ വന്നപ്പോൾ അതാകെ മാറിയില്ലേ. ഒരു ഇൻസിഡന്റ് ചേച്ചി പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് മൂഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ഒരു ഇൻസിഡന്റ്. അല്ല, ഞാൻ ആരോടോ അല്ല, അങ്ങനെയല്ല. ഞാൻ എന്തോ ഒരു ദിവസം ഈ പറഞ്ഞ മാതിരി ആരോ വന്നു. അപ്പം ഞങ്ങളെന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയം വെള്ളം എന്തോ കൊടുക്കാൻ എന്തോ പറഞ്ഞു. ആ വെള്ളം ഞാൻ അവിടെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അയാൾ പോണവരൊന്നും വേണ്ടിയില്ല. ഇതൊന്നും എൻ്റെ വീട്ടിൽ ശരിയാവില്ല കേട്ടോ, മൂഡ്സ് മര്യാദയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവയ്ക്കേണ്ടതെന്ന് ഞാനൊന്ന് ടപയെന്നോ മറ്റോ വെച്ചു തോന്നിട്ടുണ്ട്. ഇവിടെ പ്രാധാന്യമേ സമ്മതിക്കാത്തൊരു കാര്യമാണ്. മൂഡ് സ്വിങ്സ് കാണിക്കേണ്ടതേ അല്ല, അത് പ്രത്യേകിച്ച് വേറൊരാളുണ്ടെങ്കിൽ. ഞങ്ങൾ പിന്നെ അടികൂടിയാൽ ഇത്രയേ ഉള്ളൂ. ഏറി വന്ന ഒരു 5-8 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ നീ പൊയ്ക്കോന്ന് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയും. ഞാൻ വാതിൽ തുറന്ന് പുറത്തിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, ആരെങ്കിലും പിടിച്ചെന്തെങ്കിലും ചെയ്യൂട്ടോ, വേഗം ഭാഗത്തേക്ക് കയറിക്കോന്ന് പറയും. രാജുവേട്ടൻ ചേച്ചിക്ക് തന്നിട്ടുള്ളൊരു ഫിലോസഫി ചേച്ചി ഇപ്പോഴും സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അനുവർത്തിക്കുന്ന ഒരു ചിരിയുടെ രഹസ്യം എന്തായിരിക്കും? ചിരിയുടെ രഹസ്യമൊന്നും എനിക്കറിയില്ല. ബിറ്റർനെസ് എന്നുള്ളത് പാടില്ല എന്ന് പറയുന്നുണ്ട് ഒരാളോടും. പക്ഷേ ബിറ്റർനെസ് ഉണ്ടാവില്ല എന്ന് പറയാൻ വയ്യ. ഒരു മനുഷ്യനെ അങ്ങേ അറ്റം വെറുത്താൽ ചിലപ്പോൾ അത് ബിറ്റർനെസ് ആയിട്ട് മാറും. പക്ഷെ വെറുക്കാൻ ബുദ്ധിമുട്ടാണ്. വെറുത്താലും അങ്ങേർക്ക് നല്ലത് വരണേന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. പക്ഷെ ബിറ്റർനെസ് പറഞ്ഞത് ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. അത് പ്രകടിപ്പിക്കരുതെന്നാണ് രാജേട്ടൻ പറഞ്ഞത്. പ്രകടിപ്പിക്കാനേ പാടില്ല, അതുമല്ല പാടില്ല എന്ന് തന്നെ പറയും. എന്തിനാ വെറുതെ? ഒരു ജന്മേ ഉള്ളൂ, ആ ജന്മ എല്ലാവരുമായിട്ട് നന്നായിരുന്നൂടെ എന്നുള്ളത്. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാതെ? അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ആ പഴയ കാലഘട്ടത്തിലത്തെ ഗോൾഡൻ ഇറ ഓഫ് മ്യൂസിക് ആണ്, അതെല്ലാം എനിക്ക് ഒരുമാതിരി നല്ല നല്ല പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അയ്യോ, അങ്ങനെ ചോദിക്കല്ലേ, പറയല്ലേ. അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ഒരു പാട്ട് ചേച്ചിയുടെ മനസ്സിൽ എവിടെയോ താമസമെന്തേ ഞാൻ പറയുള്ളൂ, അതേ പറയുള്ളൂ ഞാൻ. കാരണം രാജുട്ടി ഫേവറേറ്റ് അതായിരുന്നു. ഒരു കാസറ്റ് മുഴുവൻ താമസമെന്തേ റെക്കോർഡ് ചെയ്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ട ദിവസങ്ങളും കൂടി ഉണ്ട്. ഞങ്ങൾക്ക് തലക്കിലൊരു ചെറിയൊരു ടേപ്പ് റെക്കോർഡറല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ടേപ്പ് റെക്കോർഡറിൽ കേൾക്കുന്ന പാട്ടുകളല്ലേ. അപ്പം വരുന്നവർക്ക് ഇനിയും ചേച്ചി ആശ്വാസത്തിൻ്റെ പുഞ്ചിരിയായിട്ട് ഇങ്ങനെ ഇനിയിപ്പം എന്നെ ആരാശ്വസിപ്പിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ആയിരിക്കണം. എന്നെ ആരാ ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ. രാജുവിനെ കുറിച്ചുള്ള ഓർമ്മ പോരെ? അല്ല, അതുണ്ട്, ഓഫ് കോഴ്സ്. അല്ല, ഞാൻ പറയാ, ഈ വീട് പോരെ, വീട്ടിലോട്ട് കേറിയാൽ തന്നെ ആശ്വാസം എത്തുന്നുണ്ട്. കൊണ്ടവണത്തോളം കൊണ്ടോട്ടെ, ഗുരുവായൂരപ്പൻ കൊണ്ടവണത്തോളം കൊണ്ടോട്ടെ, അത്രയും ഞാൻ ആലോചിക്കുന്നു. അത്രയും കൂടുതൽ ഇരിക്കേണ്ട, അത്രയും കൂടുതൽ ചിരിക്കേണ്ട ഞങ്ങളുടെ ആവശ്യം. ഈശ്വരൻ കാക്കട്ടെ, അത്രയേ ഉള്ളൂ. വേറെ ആരും നമ്മളെ കാക്കാനില്ല, അവിടെ പറയുക, അത്രയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ചേച്ചിയുടെയും രാജുവേട്ടൻ്റെയും ജീവിതത്തിൻ്റെ മുന്നിലേക്കാണ് ഞാൻ മേഫിൽ എന്ന സിനിമ സമർപ്പിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഒരു മൊമെൻ്റാണ്, നമ്മുടെ ഒരു സന്ധ്യയാണ്. സന്തോഷമേ ഉള്ളൂ. ഞാൻ വന്ന ദിവസം ഞാൻ കണ്ടത് അതാണ് ആ സിനിമ. സത്യം പറഞ്ഞപ്പം എനിക്ക് നമ്മുടെ കൂടെ നാരായണിയും നിരഞ്ജനയും കൂടി വേണേന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നു. വിളിച്ച് എന്നെ ചീത്ത പറയും, കാരണം അവരെന്താ വിളിക്കാന്ന് ചോദിച്ചാൽ പറ്റുവാണെങ്കിൽ നേരിട്ട് പോയി കാണണം അവരെ. അവരും കൂടി വേണം എന്നുള്ളൊരു സന്തോഷം ഇതായിരുന്നു അത്. എനിക്ക് ഇവിടെ വെച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊരു. കാരണം എൻ്റെ ജേണി ഓഫ് ജയരാജ് എന്നുള്ളൊരു പ്രോഗ്രാം ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് സാധാരണ സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ചെയ്താലേ ഉള്ളൂ ഇത് നമ്മൾ തമ്മിലുള്ള, അല്ലെ നമ്മുടെ ജീവിതവും ഇതുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് തന്നെ വരണം തോന്നുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, സബിയെ കല്യാണം കഴിച്ചത്, മോളെയും കൊണ്ട് വന്നത് 3 മാസമാണ് നാരായണിയുടെ കല്യാണ സമയത്ത് മോക്ക് പ്രായം, ധനുവിന്. ഇപ്പോൾ കേശു ജിത്തു ജോസഫിനോട് അഭിനയിക്കുന്നു. നിരഞ്ജനയുടെ മുന്നിൽ അവൻ ക്ലാപ്പുമായിട്ട് നിൽക്കുന്ന അപ്പോൾ ഒരു സർക്കിൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഒരു കാലം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മുല്ലശ്ശേരി വീട് അങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട്, അല്ലേ? സത്യം സത്യം. അവിടെ ഇപ്പോഴും രാവിലെ നാരായണീയം കേൾക്കാം. ഇവിടുത്തെ പൂക്കൾ
എല്ലായിടത്തേക്കാളും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? സന്ധ്യ അല്ല, അതാണ് എൻ്റെ എനർജിയെ, അതാണ് ഈ വീട്. ഇന്നലെ ഞാൻ സന്ധ്യയ്ക്ക് കൂടെ വന്നപ്പം അവിടെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ സന്ധ്യാസമയത്ത് വരുന്ന ലക്ഷ്മി വിളക്ക് അവിടെ തൂക്കിയിട്ടുണ്ട്. അവിടുത്തെ ഗണപതി, അതിന് മുന്നിലൊരു കൊച്ചു വിളക്ക് എരിയുന്നുണ്ട്. എല്ലാം അങ്ങനെയുണ്ട്. ചേച്ചി ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലം ട്രീറ്റ്മെന്റിന് വേണ്ടി കൊച്ചി പോയ സമയം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളല്ലായിരുന്നു ഇവിടെ? പക്ഷെ ഞങ്ങളിത് ചെയ്യായിരുന്നു. വിളക്കെല്ലാം അങ്ങനെ വെക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടെൻഷനാണ് ചേച്ചി ഇല്ലാത്തപ്പോൾ ഉള്ള, ചേച്ചി ഉള്ള പോലെ തന്നെ വെക്കണമല്ലോ ഇത്. അന്നൊരു ദീപാവലി വന്നു, ആ സമയത്ത് ഞങ്ങൾ വിളക്കുകൾ വെച്ച് അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഓർക്കുന്നില്ലേ. അപ്പോൾ ഇതൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. ഈ ഒരു മൊമെൻറ്റും അതുകൊണ്ട് ഒരുപാട് പ്രഷ്യസ് ആണ്. അത് നമ്മുടെ അനുഗ്രഹം തന്നെയാണ്, അത് വേറെ ഒന്നുമല്ല.